ഓക്കെ, നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് ഏതാണ്? യൂണിറ്റ് 5 സ്കെയിലിങ്ങിലോട്ട് മൂവ് ചെയ്യാം. അപ്പം സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ എടുത്ത് വെച്ചോളൂ. സ്കെയിലിംഗ് എന്ന് പറയുന്നത്, അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു മെയിൻ ഒരു കൺസെപ്റ്റ് ആണ് സ്കെയിലിംഗ്. അതായത് സ്കെയിലബിലിറ്റി ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റെഫേഴ്സ് ടു ദി ഫ്ലെക്സിബിലിറ്റി ഓഫ് അലോക്കേറ്റിംഗ് IT റിസോഴ്സസ് ആസ് പെർ ദി ഡിമാൻഡ്. അതായത് നമ്മുടെ ഡിമാൻഡിനനുസരിച്ച്, സ്കെയിലബിലിറ്റി ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നത് ഡിമാൻഡിനനുസരിച്ച് IT റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഫ്ലെക്സിബിലിറ്റിയെ പറ്റിയാണ് ഈ സ്കെയിലിംഗ് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ IT റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെ നമുക്ക് എടുക്കാം, അതിനെ കുറിച്ചാണ് സ്കെയിലബിലിറ്റി എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നത്. വേരിയസ് ആപ്ലിക്കേഷൻസ് റണ്ണിങ് ഓൺ ക്ലൗഡ് ഇൻസ്റ്റൻസ് എക്സ്പീരിയൻസ് വേരിയബിൾ ട്രാഫിക് ലോഡ്സ് ആൻഡ് ഹെൻസ് ദി നീഡ് ഓഫ് സ്കെയിലിംഗ് അറൈസസ്. പല ആപ്ലിക്കേഷൻസ്, അതായത് സച്ച് ആപ്ലിക്കേഷൻസ് പറയുന്നത് ഒന്ന് CPU അലോക്കേഷൻ ആയിരിക്കും, പിന്നെ മെമ്മറി എക്സ്പാൻഷൻ, സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ് റിക്വയർമെന്റ്സ് എക്സെട്ര. ഇൻട്രൊഡക്ഷൻ 5.1 ആ ഒരു പാരഗ്രാഫ് വായിച്ചാൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചോണം. അതായത് എന്തൊക്കെയായിരിക്കും അന്നേരം നമുക്ക് ഈ അലോക്കേറ്റ് IT റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ CPU-ന്റെ അലോക്കേഷൻ വേണം, മെമ്മറി വേണം, സ്റ്റോറേജ് വേണം, നെറ്റ്വർക്ക് റിക്വയർമെന്റ്സ്, അങ്ങനെ എല്ലാം വേണം. ടു അഡ്രസ് ദീസ് ഡിഫറെന്റ് റിക്വയർമെന്റ്സ് വെർച്വൽ മെഷീൻസ് ആർ വൺ ഓഫ് ദി ബെസ്റ്റ് വേസ് ടു അച്ചീവ് സ്കെയിലിംഗ്. അതായത് സ്കെയിലിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്കെയിലിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ, അതായത് IT റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വെർച്വൽ മെഷീൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് വേണം. വെർച്വൽ മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കെയിലിംഗ് എന്നുള്ള ആ ഒരു പ്രോസസ്സിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈച്ച് ഓഫ് ദി വെർച്വൽ മെഷീൻ ഈസ് എക്യുപ്ഡ് വിത്ത് എ മിനിമം സെറ്റ് ഓഫ് കോൺഫിഗറേഷൻസ് ഫോർ CPU, മെമ്മറി ആൻഡ് സ്റ്റോറേജ്. ഏതൊരു വെർച്വൽ മെഷീൻസ് എടുത്താലും അതിനകത്ത് മിനിമം കോൺഫിഗറേഷൻ കാണും. എന്ത് ഇത്ര CPU-ന്റെ സ്പീഡ് ഇത്രയായിരിക്കും, മെമ്മറി ഇത്രയായിരിക്കും, അല്ലെ സ്റ്റോറേജ് കപ്പാസിറ്റി ഇത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനൊരു മിനിമം കോൺഫിഗറേഷൻ കാണും. 5.3 പറയുന്നത് സ്കെയിലിംഗ് പ്രിമിറ്റീവ്സ്. സ്കെയിലിംഗ് പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത് ബേസിക് പർപ്പസ് ഓഫ് സ്കെയിലിംഗ്. എന്തിനാണ് ഈ സ്കെയിലിംഗ് എന്ന് ചോദിച്ചാൽ, ഈസ് ടു എനേബിൾ വൺ ടു യൂസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് മച്ച് ആസ് റിക്വയർഡ് ബൈ ദി ആപ്ലിക്കേഷൻ. അതായത് ഒരു സ്കെയിലിംഗിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കാൻ ഒരാളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നതെന്ന് ഒരു യൂസറിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സ്കെയിൽ പ്രിമിറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി പറയാൻ പോകുന്ന അതിന് എങ്ങനെയൊക്കെ ഏതൊക്കെ ബേസ് അല്ലെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സ്കെയിലിംഗ് പർപ്പസ് നടത്തുന്നത് എന്നുള്ളത്. ഹിയർ ദി ക്ലൗഡ് റിസോഴ്സസ് ആർ ആഡഡ് ഓർ റിമൂവ്ഡ് അക്കോർഡിംഗ് ടു ദി കറന്റ് നീഡ് ഓഫ് ആപ്ലിക്കേഷൻ. നമുക്ക് ചിലപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ചിലപ്പോൾ കൂടുതലായിട്ടുള്ള റിസോഴ്സസ് ആഡ് ചെയ്യുവോ അല്ലെങ്കിൽ ചിലത് നമുക്ക് വേണ്ടായിരിക്കാം. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി വേണം ഇത് ചെയ്യാൻ. Property to enhance or reduce resources in the cloud is referred to as cloud elasticity. അതായത് സ്കെയിലിംഗ് എക്സ്പ്ലോർ ദി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദി ക്ലൗഡ്. അതായത് എത്രമാത്രം ഒരു ക്ലൗഡിലോട്ട്, ഒരു വെർച്വൽ മെഷീനിലോട്ട് നമ്മൾ ഒരു വെർച്വൽ മെഷീൻ ഇത്ര മിനിമം കോൺഫിഗറേഷൻ കാണും, അതുകൂടാതെ അതിലോട്ട് കുറച്ചുകൂടെ മെമ്മറി ആഡ് ചെയ്യുമോ അല്ലെ നമുക്ക് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവരണോ എങ്ങനെയാണെന്നുള്ളതിന് അതിന്റെ ഒരു സ്കെയിലബിലിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റിയെ യൂസ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ദി സ്കെയിലബിലിറ്റി ഓഫ് ക്ലൗഡ് ആർക്കിടെക്ചർ ഇസ് അച്ചീവ്ഡ് യൂസിങ് വെർച്വലൈസേഷൻ യൂസ് ചെയ്താണ് നമുക്ക് ഈ ഒരു ക്ലൗഡ് ആർക്കിടെക്ചറിന്റെ സ്കെയിലബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നലെ വെർച്വലൈസേഷൻ പറഞ്ഞു. അതായത് വെർച്വലൈസേഷൻ യൂസസ് വെർച്വൽ മെഷീൻസ് ഫോർ എൻഹാൻസിങ് ആൻഡ് റെഡ്യൂസിങ് കമ്പ്യൂട്ടർ പവർ. അതായത് വെർച്വലൈസേഷൻസ് യൂസസ് വെർച്വൽ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യാനും സ്കെയിൽ ഡൗൺ ചെയ്യാനും പറ്റും. അതായത് നമ്മുടെ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിനെ ഉപയോഗിക്കാനും വേണ്ടാത്തപ്പോൾ അതിനെ മാറ്റി വെക്കാനും ഒക്കെ പറ്റുന്നതാണ് പറയുന്നത്. അതിന്റെ പ്രോസസ്സുകൾ അതിന് നമുക്ക് അടുത്ത ഹെഡിങ്ങിലെല്ലാം പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടിക്കോളൂ. ദി കീ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലൗഡ് സ്കെയിലിംഗ് ആർ, അതായത് ക്ലൗഡിന്റെ എന്തൊക്കെ അഡ്വാൻറ്റേജസ്, ക്ലൗഡ് സ്കെയിലിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ പറഞ്ഞാൽ, ഒന്നാമത്തെ പറഞ്ഞ മിനിമം കോസ്റ്റ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ നോക്കുന്നത് എപ്പോഴും കുറഞ്ഞ കോസ്റ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പം ദി യൂസർ ഹാസ് ടു പേ എ മിനിമം കോസ്റ്റ് ഫോർ ആക്സസ് യൂസേജ് ഓഫ് ഹാർഡ്വെയർ ആഫ്റ്റർ അപ്സ്കെയിലിംഗ്. അല്ലെ, മിനിമം കോസ്റ്റ് ഫോർ ആക്സസ് യൂസേജ് ഓഫ് ഹാർഡ്വെയർ. അതായത് നമ്മളൊരു ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ 99% ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ക്ലൗഡ് പ്ലാറ്റ്ഫോമിലാണ് നമുക്കറിയാം. അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്യണം, എന്നാൽ നമുക്ക് എല്ലാ കാര്യവും ആക്സസ് ചെയ്യണം. അപ്പം സ്കെയിലിംഗ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ക്ലൗഡിൽ യൂസ് ചെയ്യുവാണെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കും. ഹാർഡ്വെയർ കോസ്റ്റ് ഫോർ ദി സെയിം സ്കെയിൽ ക്യാൻ ബി മച്ച് ഗ്രേറ്റർ ദാൻ ദി കോസ്റ്റ് പെയ്ഡ് ബൈ ദി യൂസർ. പിന്നെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദി ക്ലൗഡ് അപ്സ്കെയിലിംഗ് ആൻഡ് ഡൗൺ സ്കെയിലിംഗ് ക്യാൻ ബി ഡൺ ഇൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ്.
സംടൈംസ് ഡൈനാമിക്കലി ബൈ യൂസിങ് സർവീസ് പ്രൊവൈഡേഴ്സ് ആപ്ലിക്കേഷൻ ഇന്റർഫേസ്. അതായത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിരിക്കും. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കാനും ആവശ്യമില്ലാത്തപ്പോൾ അതിനെ എടുക്കാനും. അതായത് ഓട്ടോ സ്കെയിലിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മളിപ്പോ ഒരു എന്താ എയർടെൽ ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യം നമുക്ക് 24/7 hours അല്ലെ, 24/7 അല്ലെ, ആഴ്ചയിൽ 7 ദിവസത്തിൽ 24 മണിക്കൂർ നമുക്കത് യൂസ് ചെയ്യണം. പിന്നെ നല്ല സ്പീഡ് വേണം. ഇതായിരിക്കും നമ്മുടെ കസ്റ്റമറെ സംബന്ധിച്ച് നമുക്കൊരു സജഷൻ ഉള്ളത്. നമ്മളിപ്പോ ഒരു റീചാർജ് ചെയ്താല് അപ്പം സർവീസ് അത് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടല്ലോ. അപ്പൊ അവരതിനെ അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട്, അതായത് ആവശ്യത്തിന് നമുക്ക് അതിനെ എന്തായിരിക്കും അപ്പ് സ്കെയിലിംഗും ചെയ്യാം, ഡൗൺ സ്കെയിലിംഗും ചെയ്യാം. അതാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി. യൂസേഴ്സ് ഹാവ് ദി ഫ്ലെക്സിബിലിറ്റി ടു എനേബിൾ ഓർ ഡിസേബിൾ സർട്ടൻ വെർച്വൽ മെഷീൻസ് ഫോർ അപ്പ് സ്കെയിലിംഗ് ആൻഡ് ഡൗൺ സ്കെയിലിംഗ് ബൈ ദ സെൽഫ് ആൻഡ് ദ സേവിംഗ് കോൺഫിഗറേഷൻ. അപ്പൊ നമുക്ക് ഇതിന് ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം മാറ്റി. അതായത് ഞാനിപ്പോ ഒരു മാസത്തിന് ചാർജ് ചെയ്ത് വെച്ചു, അടുത്ത മാസം ഞാൻ ഇന്നിപ്പോ തീർന്നെങ്കിൽ ചാർജ് ചെയ്ത് തീർന്നെങ്കിൽ നാളെ അല്ലെ മറ്റന്നാൾ ഞാൻ ചെയ്യുന്നില്ല, ഒരാഴ്ച ചെയ്യുന്നത്. നമ്മുടെ നമുക്കനുസരിച്ച് നമുക്ക് അതിനെ എനേബിൾ ഓർ ഡിസേബിൾ ചെയ്യാൻ പറ്റണം. അതാണ് യൂസറിന്റെ സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ നമുക്ക് വെർച്വൽ കൺസെപ്റ്റ്, ക്ലൗഡ് കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. പിന്നെ റിക്കവറി ഇത് ക്ലൗഡ് environment itself reduces the chance of disaster and amplifies the recovery of information stored in the cloud. അതായത് ക്ലൗഡ് എൻവയോൺമെന്റിൽ ഡിസാസ്റ്റർ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഡിസാസ്റ്റർ എന്താണെന്നറിയാം, ദുരന്ത സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലൗഡ് എൻവയോൺമെന്റ് അത് റെഡ്യൂസ് ചെയ്യും. അതിന്റെ ക്ലൗഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് റിക്കവർ ചെയ്യാനും പറ്റും. അതായത് നമുക്കിപ്പോ വയനാട് ദുരന്തമൊക്കെ വന്നപ്പോൾ നമുക്ക് അറിയാം, എല്ലാം പോയി, അവരുടെയൊക്കെ എല്ലാ സാധനങ്ങളും, വീടും പണവും ഡ്രസ്, അങ്ങനെ അവരുടെ എല്ലാ സാധനങ്ങളും വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട കുറെ ആൾക്കാർ നമ്മൾ മാധ്യമങ്ങളിലെല്ലാം കണ്ടതാ. പക്ഷെ എന്നിരുന്നാലും അവർക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവർക്കത് പിന്നെ ഓപ്പൺ ചെയ്യത്തില്ലേ, അല്ലെ? അവരുടെ ഡേറ്റാസ് അങ്ങനെയുള്ള ഡേറ്റാസ് എല്ലാം അവര് ഡിജിറ്റലായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻസ് എല്ലാം അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയില്ലേ? അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ ദുരന്തങ്ങളൊക്കെ സംഭവിക്കാൻ ബാക്കി കാര്യങ്ങളെല്ലാം പോയി. പക്ഷെ ക്ലൗഡ് എൻവയോൺമെന്റ് അത് ഡിസാസ്റ്റർ ഒക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് എല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഓർക്കുക. ദി സ്കെയിലബിലിറ്റി ഓഫ് ദി ക്ലൗഡ് സെയിംസ്, അങ്ങനെ അത്രയും ഒരു 4 അഡ്വാൻറ്റേജസ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കുക. സ്കെയിലബിലിറ്റി ഓഫ് ദി ക്ലൗഡ് സെയിംസ് ടു ഒപ്റ്റിമൈസ് ദി യൂട്ടിലൈസേഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ് അണ്ടർ വേരിയസ് വർക്ക്ലോഡ് കണ്ടീഷൻസ് സച്ച് ആസ് അണ്ടർ പ്രൊവിഷനിങ് ആൻഡ് ഓവർ പ്രൊവിഷനിങ് ഓഫ് റിസോഴ്സസ്. അതായത് നമുക്ക് ഇന്നലത്തെ അണ്ടർ പ്രൊവിഷനിങ് ഇന്നലെ വന്നില്ലല്ലോ അല്ലെ? ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ അണ്ടർ പ്രൊവിഷനിങ്ങും ഓവർ പ്രൊവിഷനിങ്ങും പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് സ്കെയിലബിലിറ്റി ഓഫ് ക്ലൗഡ് എയിംസ് ടു ഒപ്റ്റിമൈസ് യൂട്ടിലൈസേഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ് അണ്ടർ വേരിയസ് വർക്ക് ലോഡ് കണ്ടീഷൻ. അതായത് നമ്മൾ ഈ പല റീസോഴ്സസ് യൂസ് ചെയ്യുന്നത് പല കണ്ടീഷൻസ് വെച്ചുകൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ അണ്ടർ പ്രൊവിഷനിങ്ങും ഓവർ പ്രൊവിഷനിങ്ങും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ അണ്ടർ പ്രൊവിഷനിങ്ങും ഓവർ പ്രൊവിഷനിങ്ങും ഒക്കെ പറഞ്ഞതാ. എന്തായിരിക്കും അണ്ടർ പ്രൊവിഷനിങ്? Under provisioning is a scenario when actual demand for resources exceed the availability of resources എന്ന് പറയും. ഇന്നലത്തെ ലാസ്റ്റ് നോട്ടിൽ പറയുന്നത്, അതായത് റീസോഴ്സസിന്റെ ആക്ച്വൽ ഡിമാൻഡ് അവൈലബിൾ ആയിട്ടുള്ള റീസോഴ്സസിനേക്കാളും കൂടുതലാകുമ്പോൾ ഇറ്റ് മേ ലീഡ് ടു ആപ്ലിക്കേഷൻ ഡിഗ്രഡേഷൻ. അപ്പൊ ആവശ്യത്തിന് റിസർവ് ചെയ്ത് ഈ ഒരു ഫ്ലോ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് റീസോഴ്സസിന്റെ ആക്ച്വൽ ഡിമാൻഡ് നമുക്ക് കുറെ കാര്യങ്ങൾ വേണം, പക്ഷെ അത്രയും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനേക്കാളും നമുക്ക് എന്തെങ്കിലും ഇപ്പം 10 രൂപ ഉള്ളെങ്കിൽ എനിക്ക് 20 രൂപയുടെ ആവശ്യം വരിക, അങ്ങനെ നമ്മൾ ഓർത്താൽ. അപ്പൊ ഇറ്റ് മേ ലീഡ് ടു ആപ്ലിക്കേഷൻ ഡിഗ്രഡേഷൻ. അങ്ങനെ അതിലും കൂടുതൽ ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ പ്രൊവിഷനിങ് എന്നുള്ള ആ പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓവർ പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് റീസോഴ്സസ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ മജോറിറ്റിയും അൺയൂട്ടിലൈസ്ഡ് ആയിപ്പോയി. ഈ സർവീസസ് ഇത് സർവീസിന്റെ ഇൻഎഫിഷ്യൻസിയെ ബാധിക്കും. അങ്ങനെ ഓവർ പ്രൊവിഷനിങ്ങും വരാം. അത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ. അപ്പൊ അണ്ടർ പ്രൊവിഷനിങ്ങും ഓവർ പ്രൊവിഷനിങ്ങും ഒക്കെ നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ അത് റീസോഴ്സസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഹെഡിങ് സ്കെയിലിംഗ് സ്ട്രാറ്റജീസ്. എന്താണ് സ്കെയിലിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്? 3 സ്ട്രാറ്റജി ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. പ്രോ ആക്റ്റീവ് സ്കെയിലിംഗ്, റീആക്റ്റീവ് സ്കെയിലിംഗ്, കോമ്പിനേഷണൽ സ്കെയിലിംഗ്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് രണ്ടിന്റെയും കൂടെ മിക്സഡ് ആണെന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് എഴുതി വെക്കാൻ കിട്ടുമല്ലോ.
അപ്പൊ സ്കെയിലിംഗ് എന്നാന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം എന്താണ് സ്കെയിലിംഗ് സ്ട്രാറ്റജി നമുക്ക് നോക്കാം. അതായത് കൺസിഡർ എ സിനാരിയോ വെൻ എ ഹ്യൂജ് സർജ് ഇൻ ട്രാഫിക് ഇസ് എക്സ്പെക്ടഡ് ഓൺ വൺ ഓഫ് ദി ആപ്ലിക്കേഷൻസ് ഇൻ ദി ക്ലൗഡ്. In this situation, a proactive scaling is used to cater the load. The proactive scaling can be also be pre-scheduled according to the expected traffic and demand. This also expect the understanding of traffic flow in advance to utilize maximum resources. However, wrong estimates generally lead to poor resource management. The prior knowledge of the load helps is better provisioning of the cloud, and accordingly minimum lag is experienced by the end users when sudden load arrives. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു ക്ലൗഡ് ആപ്ലിക്കേഷനിൽ ഒരു വലിയ ട്രാഫിക് വരുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുക. നമ്മളിപ്പോ ഓർക്കുക, ഒരു ക്ലൗഡില് ഭയങ്കരമായിട്ട് അങ്ങ് ട്രാഫിക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പൊ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഒരു മുൻകരുതൽ എടുത്ത് വെക്കുക. അതായത് പ്രൊയാക്റ്റീവ് സ്കെയിലിംഗ് ഉപയോഗിക്കുക. നമ്മളുടെ പ്രോ ആക്റ്റീവ് സ്കെയിലിംഗ് നമ്മളവിടെ ഉപയോഗിക്കുക. അതായത് അതിനൊന്ന് മെഷർ ചെയ്ത് വെക്കുക, ഇങ്ങനെ ഒരു ട്രാഫിക് വരും. അപ്പൊ അത് നമുക്കൊന്ന് പ്രീ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പ്രൊയാക്റ്റീവ് സ്കെയിലിംഗിന്റെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതായത് പ്രീ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതായത് ഡിമാൻഡും ട്രാഫിക്കും വരും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട്, ട്രാഫിക് വരും അതനുസരിച്ച് ഡിമാൻഡും വരും. ട്രാഫിക് വരുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോഴത്തേനും നമുക്ക് ഓൺ ഡിമാൻഡ് വരുമല്ലോ, അല്ലെ? അങ്ങനെ അങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ലോഡിനെ കുറിച്ചുള്ള നോളജ് ക്ലൗഡിന്റെ മികച്ച പ്രൊവിഷനിങ് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ പ്രോ ആക്റ്റീവ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ? നമ്മൾ ക്ലൗഡ് ആപ്ലിക്കേഷനിൽ എക്സ്പെക്ട് ചെയ്യുകയാണ് വലിയ ലോഡ് വരും, അതിനനുസരിച്ച് നമ്മൾ മുൻകരുതൽ എടുത്ത് വെക്കുക. പ്രോ ആക്റ്റീവ് സ്കെയിലിംഗ് ഉപയോഗിക്കുക. അപ്പം അത് നമുക്ക് പ്രീ ഷെഡ്യൂളും ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോ അതിനിപ്പോ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുമല്ലേ. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യാൻ എല്ലാവരും പറയുകയല്ലേ, അല്ലേ? അതായത് സമീകൃത ആഹാരം കഴിക്കുക, വെൽ ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യാൻ പറയും. അതായത് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുകയും ആവശ്യത്തിന് ഉറങ്ങുകയും എന്നിട്ട് വെൽ ബാലൻസ്ഡ് ഡയറ്റ് സമീകൃത ആഹാരം കഴിക്കുക ചെയ്ത് നമ്മുടെ ആരോഗ്യ പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യും. അപ്പൊ നമ്മളത് എക്സ്പെക്ട് ചെയ്യുമല്ലേ നമുക്ക് മുന്നോട്ട്, അതായത് ഒരു 50 വയസ്സിന് ശേഷം ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാം. അതുകൊണ്ടൊരു 25 വയസ്സ് തുടങ്ങുമ്പോൾ തൊട്ടേ നമ്മൾ ഇതെല്ലാം ഡയറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ നമ്മൾ ഇപ്പോഴേ പ്രാപ്തരായി വെച്ചേക്കുക, അല്ലെ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ. അപ്പൊ അതിനെ നമ്മൾ ഈ പ്രോ ആക്റ്റീവ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ബട്ട് അത് ക്ലൗഡിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. എക്സാമ്പിൾ മനസ്സിലായല്ലോ? ഇനി റിയാക്റ്റീവ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ reactive scaling often monitors and enables smooth workload changes to work easily with minimum cost. It empowers users to easily scale up or down computing resources rapidly. In simple words, when the hardware like a CPU or a RAM or any other resources touches highest utilization, more of the resources are added to the environment by the service providers. എന്ന് പറഞ്ഞാല് നമ്മൾ വർക്ക് ലോഡ് മോണിറ്റർ ചെയ്യുകയും എനേബിൾ ചെയ്യുക ചെയ്യുന്നുണ്ട് വിത്ത് മിനിമം കോസ്റ്റ്, അല്ലെ? അതായത് ഒരു ക്ലൗഡിലാണെങ്കിൽ വർക്ക് ലോഡ് വരുമ്പോൾ അതിനെ ഒന്ന് നിരീക്ഷിച്ച് അതിനെ എനേബിൾ ചെയ്യുന്നൊക്കെ ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു മിനിമം കോസ്റ്റില്, അതായത് കുറഞ്ഞ ചെലവില് ഈസി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാം. നമ്മൾ എന്താണെങ്കിലും അതല്ലേ എപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ എയർടെലിന്റെ സിം എടുത്തേക്കുന്നെങ്കിൽ അല്ലെ BSNL ആണെങ്കിൽ നമ്മൾ ഒന്ന് ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഓർക്കും 1 month 28 ദിവസത്തേന് വേണ്ടി നമ്മൾ ഇപ്പൊ എത്രയാ 300 രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നെങ്കിൽ നമ്മളത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കും, ഇല്ലേ? അത് 1 GB ആണോ 2 GB ആണോ 1.5 GB ആണോ നമുക്ക് ഡേറ്റ വേണ്ടത്, അതോടനുസരിച്ചല്ലേ നമ്മൾ അതിനെ നോക്കിക്കൊണ്ട് നമ്മളൊരു യൂസർ എന്ന് പറയാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സർവീസ് അത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ അതനുസരിച്ചല്ലേ പ്രൊവൈഡ് ചെയ്യും. ചിലപ്പം ഉണ്ട് 1 GB 300ഉം 1.5 GB ചിലപ്പോൾ 350 ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കാണാറില്ലേ. അപ്പൊ കുറഞ്ഞ ചിലവിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ച് ചെയ്യുന്നത്. അപ്പൊ റിയാക്റ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത് നമ്മളതിനെ മിനിമം കോസ്റ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. ഇത് മിനിമം ഇതുമൂലം നമുക്ക് യൂസേഴ്സിനെ അപ്പ് ഓർ ഡൗൺ സ്കെയിൽ ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് റിയാക്റ്റീവ് സ്കെയിലിംഗ് കൊണ്ട് ചെയ്യുന്നത്. അതായത് CPU ഓ റാമോ ഹൈ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ മോർ റിസോഴ്സസ് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനെ അതായത് നമുക്കിപ്പോൾ ഡേറ്റ തീർന്നു പോയെങ്കിൽ നമ്മൾ പിന്നെ ഡേറ്റ ഇന്നിപ്പോ ഞാൻ 1 GB ചെയ്തിട്ടുള്ളൂ, 30 ദിവസത്തിന് 1 GB എയർടെല്ലോ അല്ലെങ്കിൽ വോഡാഫോണോ ഏതെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കുക. പക്ഷെ ഞാൻ 1 GB ഉപയോഗിച്ച് കഴിഞ്ഞു.
കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നമ്മൾ പിന്നെ അത് നമുക്കപ്പോ പിന്നെയും അത് ഉപയോഗിക്കണം, നമ്മൾ പിന്നെയും റീസോഴ്സസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും 50 രൂപ കൊടുത്ത് പിന്നെ അങ്ങ് ചാർജ് ചെയ്തു. അത് ഓർത്താൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ റിയാക്റ്റീവ് വർക്ക് ലോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഏറെ ഉപയോഗിക്കേണ്ടി വരുമ്പോഴത്തേനും CPU അല്ലെ റാമിന്റെ ഒക്കെ ഹൈ ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അപ്പൊ മോർ റീസോഴ്സസ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പം വൺ മേജർ കൺസേൺ വിത്ത് റിയാക്റ്റീവ് സ്കെയിലിംഗ് ഇസ് എ ക്വിക്ക് ചേഞ്ച് ഇൻ ലോഡ്. ദാറ്റ് ഈസ് യൂസർ എക്സ്പീരിയൻസ് ലാക്സ് വെൻ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ബീങ് സ്കെയിൽഡ്. അതായത് വർക്ക് ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ സെർവേഴ്സ് ഓൺലൈൻ ആയിട്ട് വരും. അപ്പൊ വർക്ക് ലോഡ് കുറയുമ്പോൾ സെർവേഴ്സ് ടേക്ക് ഓഫ്ലൈൻ മോഡ്. അത് ഓർത്താൽ മതി. അപ്പൊ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഒരു GB ചെയ്തുള്ളൂ. പക്ഷെ നമുക്ക് ഞാനിന്ന് കുറെ ഡേറ്റ ഉപയോഗിച്ചു, അപ്പൊ ഞാനത് പിന്നെയും ചാർജ് ചെയ്തു. ഇല്ലാത്തപ്പം നോർമലായിട്ട് തന്നെ ചെയ്യും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുവാണ് ക്ലൗഡ് എങ്കിലാണ് അത് റിയാക്റ്റീവ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൊയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുൻകരുതൽ എടുത്തു വെക്കുന്നു. ഇത് അതല്ല, യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനെ നമ്മൾ എനേബിൾ ചെയ്യുക, പിന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി എനേബിൾ ചെയ്യുകയും ചെയ്യണം. റിയാക്റ്റീവ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്കെയിലിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ക്ലൗഡിനെ സംബന്ധിച്ച് സ്കെയിലിംഗിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കാൻ ഒരാളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണല്ലോ. ഇനി കോമ്പിനേഷൻ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും. Till now we have seen need-based and forecast-based scaling techniques for scaling. However, for better performance and low cool-down period, we can also combine both of the reactive and proactive scaling strategies where you have some prior knowledge of traffic. നമുക്കൊരു ട്രാഫിക് വരും, ക്ലൗഡിൽ ട്രാഫിക് വരുന്നൊരു, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം ഇന്ന സെക്ഷൻ വരുമ്പോഴായിരിക്കും അത് കൂടുതലും, അല്ലെ ഇന്ന ദിവസത്തിന് പ്രത്യേകത വരുമ്പോഴായിരിക്കാം കൂടുതലും അവിടെ ട്രാഫിക് വരുന്നത്. അപ്പം നമുക്ക് അവിടെ റിയാക്റ്റീവും പ്രൊആക്റ്റീവ് സ്കെയിലിംഗും ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഹെൽപ്സ് അസ് ടു ഷെഡ്യൂളിംഗ് ടൈമിലി സ്കെയിലിംഗ് സ്ട്രാറ്റജീസ് ആർ ഫോർ എക്സ്പെക്റ്റഡ് ലോഡ്. ഇപ്പൊ നമ്മള് ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ വരത്തില്ലേ, ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അങ്ങോട്ട് വരത്തില്ലേ, ഇല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും, അതായത് അത് 12 to രാത്രി 12 to ഒക്കെ അല്ലേ അത് കൂടുതൽ ഫ്രീ ഓഫർ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങളെ പോലുള്ള സ്റ്റുഡൻസ് ഒക്കെ കയറിയുന്ന ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അപ്പൊ അവിടെ ലോഡ് വരത്തില്ലേ? അപ്പൊ അതനുസരിച്ച് എന്താണ് ട്രാഫിക് വരും എന്നും അറിയാം. അതനുസരിച്ച് അപ്പ് ആൻഡ് ഡൗൺ സ്കെയിലിംഗ് എന്നുള്ളത് രണ്ട് കൺസെപ്റ്റും അവിടെ വരും. മുൻകരുതൽ എടുത്ത് വെച്ചിട്ടുമുണ്ട്, ആവശ്യത്തിലുള്ള റിസോഴ്സസ് ആ ഒരു സൈറ്റിൽ കാണും. പക്ഷെ എന്നിരുന്നാലും അപ്പൊ CPU റാമും കൂടുന്നതനുസരിച്ച് റിസോഴ്സസ് കൂടുതൽ ആഡ് ചെയ്യുകയും വരും. അതായത് കുറെ സാധനങ്ങൾ പോയാൽ പിന്നെ ആഡ് ചെയ്യേണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കോമ്പിനേഷൻ സ്കെയിലിംഗ് വരുന്നത് നോക്കുക. ഗിവൺ ബിലോ ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് സ്കെയിലിംഗ് സ്ട്രാറ്റജീസ്. അതിനകത്തൊരു കമ്പാരിസൺ പറയുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതിയില്ല, ഞാൻ ഇതിന്റെ 3 കൺസെപ്റ്റും പറഞ്ഞു. അതായത് സ്യൂട്ടബിലിറ്റിയും വർക്കിങ്ങും കോസ്റ്റ് റിഡക്ഷനും ഇംപ്ലിമെന്റേഷനും. അതിനകത്ത് പറയുവാണെങ്കിൽ ഫസ്റ്റ് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്, പ്രൊയാക്റ്റീവ് സ്കെയിലിംഗിന് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് ഫോർ ആപ്ലിക്കേഷൻ ഇൻക്രീസ് ഇൻ ലോഡ്സ് ഇസ് എക്സ്പെക്ടഡ് നോൺ മാനർ. റിയാക്റ്റീവ് സ്കെയിലിംഗ് ആണ് ആപ്ലിക്കേഷൻ ഇൻക്രീസ് ഇൻ ലോഡ്സ് ഇൻ അൺഎക്സ്പെക്ടഡ് ഓർ അൺനോൺ മാനറിലായിരിക്കും. ഫസ്റ്റ് പറഞ്ഞ സെന്റൻസുകളൊക്കെ തന്നെ. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ യൂസർ സെറ്റ്സ് ത്രെഷ്ഹോൾഡ് ബട്ട് എ ഡൗൺ ടൈം ഈസ് റിക്വയർഡ്. ഏതിന്? പ്രൊയാക്റ്റീവ് സ്കെയിലിംഗിന് ഒരു ത്രെഷ്ഹോൾഡ് സെറ്റ് ചെയ്യണം. അതായത് യൂസർ ത്രെഷ്ഹോൾഡ് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ ടൈം ആവശ്യമായിന്. അതായത് ത്രെഷ്ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ലെവൽ ഓർ ലിമിറ്റ് ഓഫ് എ സ്കെയിൽ. അതായത് നമ്മൾ മുൻകരുതൽ എടുത്തു വെക്കുമ്പോൾ അതിന് നമ്മളൊരു എമൗണ്ടിന് ഒരു ലെവൽ കൊടുത്തു വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റ് ചെയ്ത് വെക്കുക. അത് എവിടെയാണ്? പ്രൊയാക്റ്റീവ് സ്കെയിലിംഗിൽ കൊടുക്കണം. ഒരു ത്രെഷ്ഹോൾഡ് സെറ്റ് ചെയ്ത് വെക്കണം. ത്രെഷ്ഹോൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എമൗണ്ട് ലെവല് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് കേട്ടോ. പിന്നെ റിയാക്റ്റീവ് സ്കെയിലിംഗിൽ യൂസർ ഡിഫൈൻഡ് ത്രെഷ്ഹോൾഡ് വാല്യൂസ് ഒപ്റ്റിമൈസ് ദി റിസോഴ്സസ്. അതായത് യൂസർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂസിന്റെ എല്ലാം റിസോഴ്സുകളെ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുകയോ ചെയ്യുന്നു. അതായത് നിരീക്ഷിക്കുന്നതേ ഉള്ളൂ. പിന്നെ മിനിമം കോസ്റ്റ് റിഡക്ഷൻ, മീഡിയം കോസ്റ്റ് റിഡക്ഷൻ, എ ഫ്യൂ സ്റ്റെപ്സ് റിക്വയർഡ്, ഫിക്സഡ് നമ്പർ ഓഫ് സ്റ്റെപ്സ് റിക്വയർഡ്. അപ്പം കൂടുതലും ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ പഠിക്കാതെ നിങ്ങൾ അല്ലെ ടേബിൾ ആണെങ്കിലും മതി. ഇനി എക്സാമ്പിൾ അനുസരിച്ച് ഇത് 3 ഒന്ന് പഠിച്ചു വെച്ചോണ്ട് കേട്ടോ. സ്കെയിലിംഗ് സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് ഓട്ടോ സ്കെയിലിംഗ് ഇൻ ക്ലൗഡ്. എന്താണ് ഓട്ടോ സ്കെയിലിംഗ്? അപ്പൊ സ്കെയിലിംഗ് എന്താന്ന് പറഞ്ഞു. അതായത് എങ്ങനെ ഇത് നമ്മൾ മുൻകൂട്ടി വെക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ അതിനെ എങ്ങനെ ആഡ് ചെയ്യാം, ഇൻ കേസ് ഇത് രണ്ടും കൂടെ വരാം, അതിന്റെ അഡ്വാൻറ്റേജസും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഓട്ടോ സ്കെയിലിംഗ്?
auto scaling, one of the potential risk in scaling a cloud infrastructure is the magnitude of scaling. If we scale it down to a very low level, it will adversely affect the throughput and the latency. അതായത് ത്രൂപുട്ട് ലാറ്റൻസി ഒക്കെ എന്താണെന്നറിയാവോ? ത്രൂപുട്ട് ലാറ്റൻസി ഇനി പറയാം. ഇൻ ദിസ് കേസ് high latency will be affecting the users experience and can cause dissatisfaction of users. അതായത് ഓട്ടോ സ്കെയിലിംഗ് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു സിമ്പിൾ സെന്റൻസ് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതായത് യൂസ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറിനെ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറിനെ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു റിസോഴ്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഒരു സെർവറിന്റെ ലോഡ് ഓട്ടോമാറ്റിക് ആയിട്ടും, അതായത് അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ സെർവറിന്റെ ലോഡ് കൂടുവാണെങ്കിൽ ഉടനെ ആ ഇൻഫ്രാസ്ട്രക്ചറെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. അതിനാണ് നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതിന് അവിടെ ത്രൂപുട്ട് ലാറ്റൻസി ഒക്കെ നോക്കണമെന്ന്. അപ്പൊ ത്രൂപുട്ടും ലാറ്റൻസി എന്ന് പറഞ്ഞാല് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫങ്ഷൻ ചെയ്യുമ്പോൾ, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അത് ഏത് നെറ്റ്വർക്ക് വേണമെങ്കിൽ ലാൻ, മാൻ, പാൻ, ഏത് നെറ്റ്വർക്ക് വേണമെങ്കിലും ആകാം. അങ്ങനെ ഒരു നെറ്റ്വർക്ക് പെർഫോം ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന രണ്ട് മെട്രിക്സസ് ആണ് ത്രൂപുട്ടും ലാറ്റൻസി. വേണ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോ, ത്രൂപുട്ട് ആൻഡ് ലാറ്റൻസി. ദീസ് ആർ സൈഡ് നോട്ടായിട്ട് എഴുതി വെച്ചാലും മതി. ത്രൂപുട്ട് ആൻഡ് ലാറ്റൻസി എന്ന് പറഞ്ഞാല് ദീസ് ആർ ടു മെട്രിക്സസ് യൂസ്ഡ് ടു മെഷർ ഹൗ വെൽ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് പെർഫോമിങ്. അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു മെട്രിക്സ് ആയിട്ടാണ് ഇത് ത്രൂപുട്ടും ലാറ്റൻസിയും പറയുന്നത്. അപ്പൊ ത്രൂപുട്ട് എന്ന് പറയുന്നത് ആവറേജ് എമൗണ്ട് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ പാസ് ത്രൂ എ നെറ്റ്വർക്ക് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. നമ്മൾ എന്ത് യൂസ് ചെയ്താലും അതിനൊരു ടൈം ഉണ്ടല്ലോ, ആ ടൈമില് ഒരു ആവറേജ് എമൗണ്ട് ഓഫ് ഡേറ്റ നെറ്റ്വർക്കിലൂടെ എത്രമാത്രം ഡേറ്റയാണ് ആ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്ത് പോകേണ്ടതിനെയാണ് ത്രൂപുട്ട് പറയുന്നത്. ലാറ്റൻസി എന്ന് പറയുന്നത് ടൈം ഇറ്റ് ടേക്ക് എ ഡേറ്റ ടു ട്രാൻസ്ഫർ അക്രോസ് എ നെറ്റ്. അപ്പൊ എത്രമാത്രം സമയം എടുത്തു, അതാണ് ലാറ്റൻസി ഉദ്ദേശിക്കുന്നത്. ടൈം ടു ടേക്സ് ഫോർ ഡേറ്റ ടു ട്രാൻസ്ഫർ അക്രോസ് എ നെറ്റ്വർക്ക്. അത് ഇത് രണ്ടും മെട്രിക്സ് ആണെന്ന് പറയുന്നത്. അതായത് ഇത് റോയിങ് കോളോ, ഇത് മെട്രിക്സ് എന്ന് പറയുന്നത് റോയിങ് കോളോ ആണെന്ന് അറിയാം അല്ലെ, ഗ്രിഡ് ഓഫ് ഡേറ്റയാണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഓട്ടോ സ്കെയിലിംഗ് നടക്കത്തുള്ളൂ. അതായത് ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫംഗ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ത്രൂപുട്ടും ലാറ്റൻസിയും വേണം. ആ ത്രൂപുട്ട് എന്ന് പറയുന്നത് ആവറേജ് എമൗണ്ട് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ പാസ് ത്രൂ എ നെറ്റ്വർക്ക് ഓർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു ടൈമിൽ, ഒരു മിനിറ്റില് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രമാത്രം ഡേറ്റയാണ് പോകുന്നതെന്നും അത് ഏത് ടൈമിലാണ്, എത്രമാത്രം ടൈം ആ ഡേറ്റ പോകാൻ എടുക്കുന്നതിനുമാണ്. അത് രണ്ടും മെഷർ ചെയ്തുകൊണ്ടാണ് ഏത് ഓട്ടോ സ്കെയിലിംഗ് ക്ലൗഡിൽ നടക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്തോണം. In a cloud, auto scaling is achieved using user-defined policies in various machines, health checks and schedules. Various parameters such as request count, CPU usage, latency, the key parameters for decision making is auto scaling. Auto scaling ഇതെല്ലാം നോക്കിയിട്ട് ഓട്ടോ സ്കെയിലിംഗ് നടത്തുക. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു റിസോഴ്സ് അവിടെ കൊടുത്തു, ഒരു ഓർഗനൈസേഷൻ ഒരു റിസോഴ്സ് കൊടുത്തിട്ടുണ്ട്, ഓർഗനൈസേഷൻ വെൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഇന്റീരിയർ നിങ്ങൾക്ക് അറിയാം, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോ ഇത്ര ഓർത്താൽ മതി, നമ്മളിപ്പം ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് അങ്ങോട്ട് ചെല്ലുക. ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അവിടെ കുറെ ആപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ അവർക്ക് ഒരു ഇത്ര MB അല്ലെങ്കിൽ ഇത്ര GB ഡേറ്റ അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൗഡ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളിതിനെല്ലാം ഓൺലൈനല്ലേ ചെയ്യുന്നത്. ഇത്രയും GB ഉള്ള ഒരു അല്ലെങ്കിൽ GB ഉള്ള ഒരു ക്ലൗഡ് അവർ ഓൺ ഡിമാൻഡിൽ മേടിച്ച് വെച്ചിട്ടുള്ളൂ. പക്ഷെ ആപ്ലിക്കേഷൻസ് അത് കൂടുതൽ ചെല്ലുക. നമുക്കറിയാം, നമ്മൾ ഒരു വേക്കൻസി ഉണ്ടെങ്കിലും PSCക്കൊക്കെ നമ്മൾ ഒരു വേക്കൻസി ഉണ്ടെങ്കിലും 4-5 ലക്ഷം സ്റ്റുഡൻസ് അല്ലേ അത് അപ്ലൈ ചെയ്ത് എഴുതുന്നത്. പക്ഷെ കിട്ടുന്നത് എവിടെയായിരിക്കും? ഒരു വേക്കൻസിയെ കിട്ടത്തുള്ളൂ, ഒരൊറ്റ വേക്കൻസിയെ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ളിടത്തൊന്ന് ഓർത്ത് നോക്കി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും വേരിയസ് പാരാമീറ്റേഴ്സ് സച്ച് ആസ് റിക്വസ്റ്റ് കൗണ്ട്, CPU യൂസേജ് ആൻഡ് ലാറ്റൻസി ആർ ദി കീ ഫാക്ടേഴ്സ് parameters for decision making in auto scaling. Auto scaling in the cloud is done on the basis of following parameters.
പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് റിക്വയർഡ് ടു സ്കെയില്, അബ്സല്യൂട്ട് നമ്പർ ഓഫ് പെർസെൻറ്റേജ്. ഓട്ടോമാറ്റിക് സ്കെയിലിംഗ് ക്ലൗഡ് എൻവയോൺമെന്റ് ഫിഗർ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു കൂൾ ഡൗൺ പീരീഡും ഒക്കെ ഉണ്ട്. അത് ജസ്റ്റ് ആ പാരഗ്രാഫ് നോക്കിയേ എങ്ങനെയൊക്കെ വരാം. ദി ഓട്ടോ സ്കെയിലിംഗ് ഇൻ ദി ക്ലൗഡ് ഈസ് ഡൺ ഓൺ ദി ബേസിക്സ് ഓഫ് ഫോളോയിങ് പാരാമീറ്റേഴ്സ്. ആ പാരാമീറ്റേഴ്സ് രണ്ടെണ്ണം, നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് റിക്വയർഡ് ടു സ്കെയിലും അബ്സല്യൂട്ട് നമ്പർ ഓഫ് പെർസെൻറ്റേജ്, അതായത് കറന്റ് കപ്പാസിറ്റി. അത് രണ്ടും കൂടെ ഒന്ന് അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ദി പ്രോസസ് ഓഫ് ഓട്ടോ സ്കെയിലിംഗ് ഓൾസോ റിക്വയർസ് സം കൂൾ ഡൗൺ പീരീഡ് ഫോർ റെസ്യൂമിംഗ് ദി സർവീസസ് ആഫ്റ്റർ സ്കെയിലിംഗ് ടേക്സ് പ്ലേസ്. അതായത് പ്രോസസ് ഓഫ് ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓട്ടോ സ്കെയിലിംഗിന് ഒരു കൂൾ ഡൗൺ ടൈം വേണം. കൂൾ ഡൗൺ പീരീഡ് ഫോർ റെസ്യൂമിംഗ് സർവീസസ് ആഫ്റ്റർ സ്കെയിലിംഗ് ടേക്സ് പ്ലേസ്. ഒരു സ്കെയിലിംഗ് നടക്കുന്നതിന് മുന്നേ ഒരു കൂൾ ഡൗൺ വേണം. അതായത് നമ്മളൊരു എക്സാമിന് കയറിയിരുന്ന ഒരു കൂൾ ഡൗൺ ടൈം നമുക്ക് തരത്തില്ല. PSC നമ്മൾ നിങ്ങളൊക്കെ റെഗുലർ ആയിട്ട് കയറിയിരിക്കുന്നവരായിരിക്കും. അപ്പം എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കൂൾ ഡൗൺ ടൈം തരും. അതായത് പീരീഡ് ഓഫ് ടൈം ആൻഡ് വി ഹാവ് ടു വെയിറ്റ് ഇറ്റ്. അതാണ് കൂൾ ഡൗൺ പറയുന്നത്. എന്ന് പറയുന്ന ഒരു കൂൾ ഡൗൺ ടൈം ഓട്ടോ സ്കെയിലിംഗിന് വേണം. പിന്നെ നൗ ടു കൺകറന്റ് സ്കെയിലിംഗ് ആർ ട്രിഗേർഡ് സോ ആസ് മെയിൻറ്റെയിൻ ഇന്റഗ്രിറ്റി എന്ന് പറയും. നമുക്ക് രണ്ട് കൺകറന്റ് സ്കെയിലിംഗ് ട്രിഗർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്റഗ്രിറ്റി നിലനിർത്താൻ വേണ്ടി നമുക്ക് അത് ഇന്റഗ്രിറ്റി നമ്മൾ നിലനിർത്തണം. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് അതിന്റെ ഒരു അതായത് നമുക്ക് അതിന്റെ ഒരു വാലിഡിറ്റി അവിടെ നിലനിർത്തണം. അപ്പം ഓട്ടോ സ്കെയിലിംഗിന് ഒരു കൂൾ ഡൗൺ പീരീഡ് വേണം. അതിനകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് വേണം നോക്കാം. നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് റിക്വയർഡ് ടു സ്കെയില്, എത്ര ഇൻസ്റ്റൻസ് അവിടെ ആ സ്കെയിൽ വരുന്നുണ്ടെന്നും അതുപോലെ അബ്സല്യൂട്ട് നമ്പർ ഓഫ് പെർസെന്റേജ് ഓഫ് ദി കറന്റ് കപ്പാസിറ്റി. അത് രണ്ടും നോട്ട് ചെയ്താണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു സിനാരിയോ വെച്ച് പറയുന്നുണ്ട്. കൺസിഡർ എ മോർ സ്പെസിഫിക് സിനാരിയോ when the resource requirement is high for some time duration, that is examined in holidays, weekends, etc. Scheduled scaling can be also performed. Here, the time and scale magnitude threshold of scaling can be defined earlier to meet the specific requirements based on the previous knowledge of traffic. Threshold level is also an important parameter in auto scaling. Auto scaling as a low value of threshold results in underutilization of the cloud resources and high level of threshold results in higher latency in the cloud. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു റീറ്റെയിൽ കമ്പനിയിൽ ഹോളിഡേയ്സിൽ ഹൈ ട്രാഫിക്, ഒരു റീറ്റെയിൽ കമ്പനിയാണ് ചിലപ്പോൾ ഹോളിഡേയ്സിൽ ഹൈ ട്രാഫിക് വരാം. അപ്പോൾ ഡിമാൻഡും കൂടും. അഡീഷണൽ ഡാറ്റാബേസും സെർവറും വെച്ച് അതിനെ ഹാൻഡിൽ ചെയ്യുക. അത് ഓർത്താൽ മതി. അതാണ് ഓട്ടോ സ്കെയിലിംഗ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. സെർവറുകൾ ഡാറ്റാബേസും ഒക്കെ കൂടുതൽ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുക. അതായത് കസ്റ്റമേഴ്സിന് ബ്രൗസ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും പറ്റും വിത്തൗട്ട് ഡിലേ കൂടാതെ കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനും ബ്രൗസ് ചെയ്യാനും ഒക്കെ പറ്റുക എന്നുള്ളതാണ് ഹോളിഡേയ്സ്. അതായത് നമുക്കറിയാം, നമ്മൾ ഈ ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ വരുമ്പം ഫ്ലിപ്കാർട്ടും ആമസോണിലും അതുപോലുള്ള ഈ ബിസിനസ് സൈറ്റുകളിലെല്ലാം ഹോളിഡേയ്സ് വരുമ്പോൾ ഹൈലി ട്രാഫിക് ആയിരിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു കാര്യം കണ്ടു, അത് നമ്മൾ വിഷ് ലിസ്റ്റിലോട്ട് ഇട്ട് പേയ്മെന്റ് ഓർഡറിലോട്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ സാധനം ഇല്ല, തീർന്ന് കാണിക്കുന്നത് അല്ലെ. അതായത് വില കുറച്ച് നോക്കി നമ്മൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഓട്ടോ സ്കെയിലിംഗ് നടക്കേണ്ടത്. അതായത് കസ്റ്റമേഴ്സിന് ബ്രൗസ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഡിലേ കൂടാതെ സംഭവിക്കുക എന്നുള്ളത്. ആഫ്റ്റർ adding additional nodes in the scale up, incoming requests are per second drops below the threshold. This result in triggering the alternative scale up down process known as ping pong effect. അതായത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അപ്പം ചിലപ്പോൾ അവിടെ സാധനങ്ങൾ അന്നേരം കുറഞ്ഞു അല്ലെ. കുറെ പേര് ഒരേ സമയത്ത് ഇപ്പൊ 12 മണിക്ക് കുറെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉറക്കമുളച്ചിരുന്ന് 12 മണിക്ക് തന്നെ കയറി ആ സാധനം പർച്ചേസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ കയറുമ്പോഴത്തേനും ഒരു സൈഡിലോട്ട് നോക്കി ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ആ ഒരു ഓഫറിലോട്ട് കയറുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും അവിടെ എന്ത് ചെയ്യാം, സാധനങ്ങളുടെ ലാക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ഒരു പിങ് പോങ് എഫക്റ്റ് പ്രോസസ് ചെയ്യാന്നാ പറഞ്ഞത്. അതായത് പിങ് പോങ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഓൾട്ടർനേറ്റീവ് സ്കെയിൽ അപ്പ് ആൻഡ് ഡൗൺ പ്രോസസ്സിനെയാണ് നമ്മൾ പിങ് പോങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മെഷീൻ one machine sends a message to another which sends a message back. അതിനാണ് പിങ് പോങ് എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ അവിടെ പറയുന്നത് സ്കെയിൽ അപ്പ് പ്രോസസ് ഇസ് ഇക്വൽ ടു സാറ്റിസ്ഫൈ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. നമ്പർ ഓഫ് ഇൻകമിംഗ് റിക്വസ്റ്റ് പെർ സെക്കൻഡ് പെർ നോഡ്, ത്രെഷ്ഹോൾഡ് ഓഫ് സ്കെയിൽ ഡൗൺ ആഫ്റ്റർ സ്കെയിൽ അപ്പ്, നമ്പർ ഓഫ് ഇൻകമിംഗ് റിക്വസ്റ്റ് പെർ സെക്കൻഡ് പെർ നോഡ്, ത്രെഷ്ഹോൾഡ് ഓഫ് സ്കെയിൽ അപ്പ് ആഫ്റ്റർ സ്കെയിൽ ഡൗൺ. അതായത് നമ്മൾ ഒരു ത്രെഷ്ഹോൾഡ് കൊടുത്തോണ്ട് സ്കെയിൽ അപ്പ് ആൻഡ് ഡൗൺ പ്രോസസ്, അതായത് സാധനങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുക, പർച്ചേസ് ചെയ്യുന്നതിന് സാധനങ്ങൾ കൂടുതൽ സൈഡിലോട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഇൻഫ്രാസ്ട്രക്ചർ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ ആഡ് ചെയ്യുക. അപ്പം നമുക്കൊരു ബ്ലോക്ക് വരാതെ ട്രാഫിക് വരും. നമ്മൾ അതിന് നേരത്തെ പ്രൊയാക്റ്റീവ് സ്കെയിലിംഗ് വെച്ച് കണ്ടുപിടിച്ച് വെച്ചു. അങ്ങനെയൊക്കെ ചെയ്യുക എന്നാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പം ഈ സ്കെയിലിംഗ് ഫിക്സഡ് എമൗണ്ട് ഓട്ടോ സ്കെയിലിംഗും ഉണ്ട്. അതായത് ഈ ഓട്ടോ സ്കെയിലിംഗ് ഇപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ. അത് രണ്ട് തരത്തിലുണ്ട്, പെർസെന്റേജ് സ്കെയിലിംഗും ഉണ്ട്, ഫിക്സഡ് എമൗണ്ടും ഉണ്ട്. ഓട്ടോ സ്കെയിലിംഗ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു യൂസ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ത്രൂപുട്ട് ലാറ്റൻസി എല്ലാം നോക്കിയാ ചെയ്യുന്നത്. ഇത് തന്നെ നമുക്ക് രണ്ട് തരത്തിൽ പറയാൻ പറ്റും. ഫിക്സഡ് എമൗണ്ട് ഓട്ടോ സ്കെയിലിംഗും അടുത്ത പേജിലുണ്ട്, ഫിക്സഡ് എമൗണ്ടും അതുപോലെ പെർസെന്റേജ് സ്കെയിലിംഗും. ഇത് രണ്ടും അവരൊരു മെഷർമെന്റ് ഒക്കെ യൂസ് ചെയ്താ ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നോക്കി പോകാം. ഫിക്സഡ് എമൗണ്ട് എന്ന് പറയുന്നത് auto scaling can be achieved by determining the number of instances required to scale by a fixed number. The detailed algorithm for fixed amount of auto scaling threshold is given below. അതായത് ഒരു അൽഗോരിതം വെച്ചാണ് എടുക്കുന്നതെന്ന്. ഇത് അൽഗോരിതം വർക്ക്സ് ഇൻ ബോത്ത് സ്കെയിൽ അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് ടേക്ക് ഇൻപുട്ട് യു ആൻഡ് ഡി ബോത്ത് ഫോർ റെസ്പെക്റ്റീവ്ലി. അതായത് ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് സ്കെയിൽ ചെയ്യേണ്ട ഇൻസ്റ്റൻസിന്റെ എണ്ണം നിർണയിച്ചുകൊണ്ട് ഓട്ടോ സ്കെയിലിംഗ് നേടാനാകും. ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് സ്കെയിൽ ചെയ്യേണ്ട എത്രമാത്രം ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ കൊടുക്കുക, ആ ഫിക്സഡ് നമ്പർ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമ്മളൊരു അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് എടുക്കുക. അതായത് ഇന്ന ദിവസം ഇന്നൊരു ഓഫർ ഇട്ടാല് ഇത്ര ലക്ഷം കസ്റ്റമേഴ്സ് അവിടെ കയറും എന്ന് നമ്മൾ നിർണയിച്ചുകൊണ്ട് ഓട്ടോ സ്കെയിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നമ്മൾ ഓർത്താൽ മതി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ചിലപ്പം ഇപ്പം ഡിഷ് TV അല്ലെ, ഡിഷ് ആൻഡ് അല്ലെ കേബിളിനില്ലെന്ന് തോന്നുന്നു, ഡിഷ് ഒക്കെ ചാർജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓഫറുകൾ വരത്തില്ലേ അല്ലെ. വാച്ച് വാങ്ങിക്കുമ്പോൾ ഓഫറുകൾ, നമ്മൾ ചിലപ്പം ഒരു സ്മാർട്ട് വാച്ച് 5000 സ്മാർട്ട് വാച്ച് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1000 കിട്ടുമായിരിക്കും ഇല്ലേ. അപ്പൊ അതിന് അങ്ങനെയൊക്കെ ഒരു അതെല്ലാം നമുക്ക് ഓൺലൈൻ പർച്ചേസ് എല്ലാം നടക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കൺസെപ്റ്റിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയായിരിക്കും ഈ ഫിക്സഡ് എമൗണ്ട് ഓട്ടോ സ്കെയിലിംഗ് കണ്ടുപിടിച്ച് വെക്കുന്നത്? അത് SLA എന്ന് പറയുന്ന ഒരു അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട്, SLA സർവീസ് ലെവൽ എഗ്രിമെന്റ് വെച്ചുകൊണ്ട് കേട്ടോ. SLA സ്പെസിഫിക് ആപ്ലിക്കേഷൻ കൊടുത്തോണ്ട് അങ്ങനെ ഒരു അൽഗോരിതം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചെറിയ ക്ലാസ് തൊട്ടേ കമ്പ്യൂട്ടർ പഠിക്കുന്നവർക്ക് അറിയാം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് എ പ്രോബ്ലം അല്ലെ. അങ്ങനെ കുറച്ച് അപ്പം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ അവിടെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പൊ SLA ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. SLA എന്താന്ന് ചോദിച്ചാല് സർവീസ് ലെവൽ എഗ്രിമെന്റിനെയാണ് SLA എന്ന് പറയുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദി പ്രൊവൈഡർ ആൻഡ് കസ്റ്റമർ. കസ്റ്റമറും പ്രൊവൈഡറും തമ്മിലൊരു എഗ്രിമെന്റ് വെക്കുക. ആ എഗ്രിമെന്റ് നമ്മൾ ഇത്ര ഓർത്താം, നമ്മളിപ്പോ എയർടെല് ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ എയർടെല്ലിന്റെ അടുത്തിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ്, നമുക്ക് 24 മണിക്കൂറും അത് കിട്ടണം അല്ലെ. *7 അല്ലെങ്കിൽ എത്ര ആഴ്ചയിൽ 24 മണിക്കൂറും കിട്ടുകയോ എന്നിട്ട് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ആഡ് ചെയ്യുകയോ കിട്ടുകയും അങ്ങനെ അതാണ് നമ്മൾ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച് പ്രൊവൈഡർ അത് തരുക ചെയ്യുന്നത്. ആ എഗ്രിമെന്റ് എങ്ങനെ ചെയ്യാമെന്നാണ് അവിടെ ഒരു സ്റ്റെപ്പ് ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അത്രയും ഡീപ്പായിട്ട് നമുക്ക് അത് കണ്ടുപിടിച്ച് പഠിക്കേണ്ട കാര്യമില്ല. എന്താന്ന് ഞാനൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഓർത്താൽ മതി SLA എന്ന് പറയുന്ന സർവീസ് ലെവൽ എഗ്രിമെന്റിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രവർത്തന സമയത്തിന് ആ ശതമാനം പാലിച്ചില്ലെങ്കിൽ സർവീസ് ലെവൽ എഗ്രിമെന്റ് അപ്പൊ ആ സർവീസ് ക്രെഡിറ്റുകൾക്കൊക്കെ ഉറപ്പ് നൽകും. നമുക്കിപ്പോ നമ്മളോട് പറയാം ഇന്ന ദിവസം അല്ലെ 12 മണി തൊട്ട് 6 മണി വരെ നെറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് എത്ര വേണേലും GB ഉപയോഗിക്കാം എന്ന് പറഞ്ഞാണ് നമ്മൾ ഒരു മാസം മുന്നേ ഒരു മാസത്തെ നമ്മൾ ചാർജ് ചെയ്ത് വെച്ചേ നോക്കുക. പക്ഷെ അങ്ങനെ ചാർജ് ചെയ്ത് വെച്ചത് നമുക്ക് 2 ദിവസത്തിന് ഓഫർ കിട്ടി, ബാക്കി 12 തൊട്ട് 6 മണി വരെ നമുക്ക് നെറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒക്കെ എന്ത് ചെയ്യണം, ഈ പ്രൊവൈഡർ അതിന് നമുക്ക് സർവീസ് ക്രെഡിറ്റ് ഒക്കെ ഉറപ്പ് നൽകണം. അതിനെ കുറിച്ചൊക്കെയാ സർവീസ് ലെവൽ എഗ്രിമെന്റ് പറയുന്നത്. എഗ്രിമെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം തീരുമാനിച്ചു വെക്കുന്നതിനല്ലേ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. SLA എന്ന് പറയുമ്പോൾ
സർവീസ് പ്രൊവൈഡറും കസ്റ്റമറും തമ്മിലുള്ള എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുകയും ഡെലിവർ ചെയ്യേണ്ട പ്രോഡക്റ്റ് അല്ലെ സർവീസസ് എൻഡ് യൂസേഴ്സിന് പ്രോബ്ലം ഉള്ള ഒരു സിംഗിൾ പോയിന്റ് പ്രോസസ്സിന്റെ എഫക്റ്റീവ്നെസ് മോണിറ്റർ ചെയ്യുകയും അപ്രൂവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം, നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ അല്ലാതെ ഒരു സെന്റൻസ് അവിടെ നമുക്ക് കിടപ്പില്ല. സർവീസ് പ്രൊവൈഡറും കസ്റ്റമേഴ്സും തമ്മിലുള്ള എക്സ്പെക്ടേഷൻസ്, അതായത് നമ്മളാണ് കസ്റ്റമർ, സർവീസ് നമ്മൾ ആരാണോ തരുന്നത്, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ എയർടെൽ പറഞ്ഞു, അവർ തമ്മിലുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്യുകയും ഡെലിവർ ചെയ്യേണ്ട സർവീസ് അല്ലെ ആ പ്രോഡക്റ്റ്, ഇപ്പൊ ആമസോൺ ആണ് ആ പ്രോഡക്റ്റ് അല്ലെ എയർടെൽ ആണ് ആ സർവീസ് എൻഡ് യൂസേഴ്സിന് പ്രോബ്ലം ഉള്ള ഒരു സിംഗിൾ പോയിന്റ് പ്രോസസറിന്റെ എഫക്റ്റീവ്നെസ് മോണിറ്റർ ചെയ്യുകയും ചെയ്യുക, അപ്രൂവ് ചെയ്യുകയും ചെയ്യുക. അതായത് ആർക്കാണോ വേണ്ടത് അവർക്ക്, അപ്പൊ എങ്ങനെ വേണേലും വന്ന പ്രശ്നങ്ങൾ വരാം, എൻഡ് യൂസേഴ്സിന് എങ്ങനെ പ്രശ്നങ്ങൾ വരികയും അതിനെ എഫക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്യുകയും അപ്രൂവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സർവീസ് ലെവൽ എഗ്രിമെന്റ് കൊണ്ട് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് പഠിച്ചു വെക്കുക. എൻ മിനിമം നമ്പർ ഓഫ് നോട്ട്സ്, ഡി സ്കെയിൽ ഡൗൺ വാല്യൂ, യു സ്കെയിൽ അപ്പ് വാല്യൂ, ടി അണ്ടർസ്കോർ യു സ്കെയിൽ അപ്പ് ത്രഷ്ഹോൾഡ്, ടി അണ്ടർസ്കോർ ഡി സ്കെയിൽ ഡൗൺ ത്രഷ്ഹോൾഡ്. ഈ ടേമുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അത്രയും ടേംസുകൾ മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. അതായത് നമ്മളിപ്പം ഒരു ഓഫർ കൊടുത്താലേ അത് ആദ്യം ചെയ്യുന്ന 100 പേർക്ക് ഈ ഓഫർ കിട്ടുള്ളൂ എന്നൊക്കെ വരത്തില്ലേ, ഇല്ലേ? ഇപ്പം വോഡാഫോൺ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും അല്ലെ ആമസോണിലാണെങ്കിലും ആദ്യം കയറി പർച്ചേസ് ചെയ്യുന്ന 100 പേർക്കായിരിക്കും ഓഫർ എന്ന് അവർ ആദ്യമേ ഇടുവാണെങ്കിൽ, അതാണ് മിനിമം നമ്പർ ഓഫ് നോഡ്, എത്ര പേർക്ക് വരാം. നോഡ് മീൻസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ യൂസർ. പിന്നെ അതിന്റെ ഡൗൺ വാല്യൂ അപ്പ് വാല്യൂ എത്രയായിരിക്കും. ഡി മീൻസ് സ്കെയിൽ ഡൗൺ വാല്യൂ, യു മീൻസ് സ്കെയിൽ അപ്പ് വാല്യൂ. അതായത് 12നും 6നും ഇടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിന് ചിലപ്പം 5000 രൂപയുടെ സാധനം ചിലപ്പോൾ 1000 രൂപയ്ക്ക് കിട്ടും. പക്ഷെ അതപ്പോ സ്കെയിൽ ഡൗൺ വാല്യൂ വരിക. ഇനി നമ്മൾ ഡേ ടൈമിൽ യൂസ് ചെയ്യുവാണെങ്കിൽ അതിന് ചിലപ്പോൾ 5000 തന്നെ ആയിരിക്കും വില, അല്ലെ സ്കെയിൽ അപ്പ് വാല്യൂ. പിന്നെ സ്കെയിൽ അപ്പ് ത്രഷ്ഹോൾഡും സ്കെയിൽ ഡൗൺ ത്രഷ്ഹോൾഡും. അതായത് ത്രഷ്ഹോൾഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം സ്പീഡിൽ വർക്ക് ചെയ്യുന്നു, അല്ലെ, എത്രമാത്രം ഡേറ്റയാണ് പോകുന്നത്. ഇതിനെ എല്ലാം ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എങ്ങനെ SLA അൽഗോരിതം വർക്ക് ചെയ്യുന്നതിനൂടെ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെ നമുക്ക് അവിടെ അതിനെക്കുറിച്ച് കൂടുതൽ എത്ര ഇൻകമിങ് വന്നു, അതെങ്ങനെ വർക്ക് ചെയ്യും എന്നൊക്കെ ഉള്ളത് ആ ഇക്വേഷൻസ് പഠിക്കാൻ ആവശ്യം വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ SLA വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ യുവും ഡിയും ഒക്കെ എന്തിനാ അപ്പിനും ഡൗണിനും ടി അണ്ടർസ്കോർ യു ത്രഷ്ഹോൾഡും അങ്ങനെയൊക്കെ ഉള്ളത് ആ ടേമുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പെർസെന്റേജ് സ്കെയിലിംഗ്. പെർസെന്റേജ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞാല് കൺസിഡർ എ സിറ്റുവേഷൻ വെൻ we scale up or down by a percentage of current capacity, we change using percentage change in current capacity. എന്ന് പറഞ്ഞാല് ഇപ്പൊ നിലവിലുള്ള കപ്പാസിറ്റിയുടെ പെർസെൻറ്റേജ്, അതായത് ഇപ്പൊ ഒരു സൈറ്റ് ആയാലും അല്ലെ ഒരു സർവീസ് ആയാലും അതിന്റെ നിലവിലുള്ള കപ്പാസിറ്റിയുടെ പെർസെൻറ്റേജ് അപ്പ് ഓർ ഡൗൺ ചെയ്യുമ്പോൾ, കൂടുവോ കുറയുവോ ചെയ്യുമ്പോൾ സിറ്റുവേഷൻസ് ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് കറന്റ് കപ്പാസിറ്റിയിലെ പെർസെൻറ്റേജിൽ ചേഞ്ച് വരുത്തുക. അതെയാണ് നമ്മൾ പെർസെന്റേജ് സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കപ്പാസിറ്റി വെച്ചു, ഇതിന് ഇത്ര രൂപയാണ് അല്ലെങ്കിൽ ഇതിന് ഇത്ര GB ഉണ്ട്, എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള എത്രയാണോ പെർസെന്റേജ് നിൽക്കുന്നത് ആ പെർസെന്റേജിലും ചേഞ്ച് വരുത്തണമല്ലോ, അല്ലേ? അതിനെയാണ് നമ്മൾ പെർസെന്റേജ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അവിടെയും എന്താണ് SLA സ്പെസിഫിക്കേഷൻ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അതായത് സർവീസ് ലെവൽ എഗ്രിമെന്റ് വെച്ചാണ് the below given algorithm is used to determine the scale up and down threshold for respective auto scaling. ഇവിടെ ഈ സെയിം ടേമുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. n അണ്ടർസ്കോർ മിൻ എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് നോഡുകൾ, സ്കെയിൽ ഡൗൺ വാല്യൂ, സ്കെയിൽ അപ്പ് വാല്യൂ, സ്കെയിൽ അപ്പ് ത്രഷ്ഹോൾഡ്, സ്കെയിൽ ഡൗൺ ത്രഷ്ഹോൾഡ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഏത് പെർസെന്റേജ് സ്കെയിലിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. അത്രയും നോക്കുക. അത് പിന്നെ നമുക്ക് അവിടെ ആ ഒരു ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്ത് പഠിക്കേണ്ട കാര്യം വരുന്നില്ല. ദെൻ നമുക്ക് 5.6 ടൈപ്പ് ഓഫ് സ്കെയിലിംഗ്. എങ്ങനെയൊക്കെ അപ്പൊ സ്കെയിലിംഗ് എന്താന്ന് പറഞ്ഞു, ഓട്ടോ സ്കെയിലിംഗ് എന്താന്ന് പറഞ്ഞു, അതുപോലെ സ്കെയിലിംഗിന്റെ സ്ട്രാറ്റജീസ് പറഞ്ഞു, പ്രൊയാക്റ്റീവും കമ്പൈൻഡും ഒക്കെ പറഞ്ഞു. നമ്മൾ ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് എങ്ങനെയാണ് സ്കെയിലിംഗ് കൊണ്ട് അതിന്റെ സ്കെയിലിംഗ് പറയാം. അതായത് വെർട്ടിക്കൽ സ്കെയിലിംഗ് ഉണ്ട്, ഹൊറിസോണ്ടൽ സ്കെയിൽ, അതായത് വെർട്ടിക്കൽ മീൻസ് സ്കെയിലിംഗ് അപ്പും ഹൊറിസോണ്ടൽ മീൻസ് സ്കെയിലിംഗ് ഔട്ടും, പിന്നെ ഡയഗണൽ സ്കെയിലിംഗ് ഉണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള സ്കെയിലിംഗ് ആണ് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇൻക്രീസ് സിസ്റ്റംസ് കപ്പാസിറ്റി,
സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി കൂട്ടാന് ആണ് സ്കെയിലിംഗ് കൊടുക്കുന്നത്. സ്കെയിലിംഗിന് ടൈപ്പ് പറയുന്നത്. അത് വെർട്ടിക്കൽ എന്തിനാണ്? വെർട്ടിക്കൽ എന്ന് പറഞ്ഞാല് ഇൻ വെർട്ടിക്കൽ സ്കെയിലിംഗ് ഇൻ ദി ക്ലൗഡ് റെഫേഴ്സ് ടു ഐദർ സ്കെയിൽ അപ്പ്, enhancing the computing resources, or scaling down, reducing, cutting down computing resources for an application. In vertical scaling, actual number of virtual machines are constant, but quantity of the resources allocated to each of them is increased or decreased. Here, no infrastructure is added and application code is also not changed. The vertical scaling is limited to the capacity of the physical machine or server running in the cloud. എന്ന് പറഞ്ഞാല് ഇപ്പൊ ആഡിങ് മോർ റീസോഴ്സസ് ടു ആൻ എക്സിസ്റ്റിംഗ് കമ്പ്യൂട്ടർ. അതായത് നമുക്ക് ഒരു കുറെ റീസോഴ്സസ് ഉണ്ട്, ക്ലൗഡിൽ കുറെ റീസോഴ്സസ് ഉണ്ട്, പക്ഷെ നമ്മൾ കുറെ റീസോഴ്സസ് ആഡ് ചെയ്യുകയാണ്. അതായത് ആഡിങ് മോർ റീസോഴ്സ് ടു ആൻ എക്സിസ്റ്റിംഗ് കമ്പ്യൂട്ടർ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലാബില് അല്ലെ നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്, അതിനെനിക്ക് ഇത്ര GB അതിന് റാമിന് കപ്പാസിറ്റി ഉള്ളൂ, പക്ഷെ ഞാൻ കുറച്ച് GB കൊണ്ട് ആഡ് ചെയ്യുവാണെങ്കിൽ മെമ്മറിയോ ഫാസ്റ്റ് CPU അല്ലെ എന്തായാലും നമ്മൾ ആഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു സാധനം കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറയാം, നമ്മൾ മൊബൈൽ ഫോണെ പോലും മെമ്മറി കുറവാകുമ്പോൾ ലാഗ് ചെയ്ത് പോകാറില്ലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ലാബിലെ കമ്പ്യൂട്ടറുകളൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടത്തെ 2 GB റാം ആയിരുന്നു. ഇപ്പൊ 8 GB റാമുള്ള കമ്പ്യൂട്ടറുകളൊക്കെ അല്ലേ ഇപ്പൊ നിലവിലുള്ളത്. 8 16 GB ഒക്കെയാണ് വിൻഡോസ് 11 ഒക്കെ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ അതിന് കുറച്ചും കൂടെ പേയ്മെന്റ് കൂടുതൽ വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് കുറച്ചും കൂടെ ഫങ്ഷൻ ചെയ്യാൻ അങ്ങനെ നമ്മൾ വെർട്ടിക്കൽ സ്കെയിലിംഗ് കൊണ്ട് പറയുന്നത്. അതായത് ഒരു വെബ് സെർവറിലോട്ട് നമ്മളിപ്പോ കൂടുതൽ റാം ആഡ് ചെയ്യുവോ CPU-ന്റെ ഫംഗ്ഷൻസ് ആഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ സ്കെയിലിംഗ് നടക്കുക. അതായത് ആഡ് മോർ റീസോഴ്സസ് ടു ആൻ എക്സിസ്റ്റിംഗ് കമ്പ്യൂട്ടർ. അതാണ് വെർട്ടിക്കൽ സ്കെയിലിംഗ് ഓർ സ്കെയിൽ അപ്പ് എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ. are adding more computers to the system, sharing the processing and memory workload across multiple devices. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ കൂടുതൽ റീസോഴ്സസ് ആഡ് ചെയ്യുന്നതിനാണ് വെർട്ടിക്കൽ സ്കെയിലിംഗ് അപ്പ് എന്ന് പറയുന്നത്. എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ട്, പക്ഷെ അതിനകത്ത് എനിക്ക് ഇത്ര GB ഉള്ളൂ, റാം ഉള്ളൂ, പക്ഷെ ഞാൻ കുറച്ച് GB കൊണ്ട് ആഡ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ സ്പീഡ് ആക്കി വെച്ചു. അല്ലെങ്കിൽ എനിക്ക് ഹാർഡ് ഡിസ്കിന് കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ, ഞാൻ ഹാർഡ് ഡിസ്കിന് ഒന്നുകൂടെ കപ്പാസിറ്റി കൂട്ടൽ കൊടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചു. അങ്ങനെ നമ്മൾ പറയുമ്പോൾ വെർട്ടിക്കൽ സ്കെയിലിംഗ് ആ വരുന്നത്. അതല്ല ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ, സ്കെയിലിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആഡിങ് മോർ കമ്പ്യൂട്ടേഴ്സ് ടു ദി സിസ്റ്റം. അതായത് നമ്മൾ ഏതാണോ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് അതിലോട്ട് നമ്മൾ കൂടുതൽ കമ്പ്യൂട്ടറുകൾ ആഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഷെയറിംഗ് ദി പ്രോസസ് ആൻഡ് മെമ്മറി വർക്ക് ലോഡ് അക്രോസ് മൾട്ടിപ്പിൾ ഡിവൈസസ്. എന്നിട്ട് നമ്മൾ അപ്പൊ കൂടുതൽ കമ്പ്യൂട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേനും കൂടുതൽ ഡിവൈസസിലോട്ട് ഇതെല്ലാം ഷെയർ ചെയ്യുകയും മെമ്മറി എല്ലാം ചെയ്യുകയും ചെയ്യണ്ടേ. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് അല്ലെ സ്കെയിലിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അതായത് അതിന് എക്സാമ്പിൾ ഇപ്പൊ വെബ് ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് അത് പറയാൻ പറ്റും. വെബ് ആപ്ലിക്കേഷൻ വരുന്നത് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആണ്. എക്സാമ്പിൾ എഴുതി വെച്ച വെബ് ആപ്ലിക്കേഷൻ. വെബ് ആപ്ലിക്കേഷൻ ദാറ്റ് പ്രോസസിംഗ് ഡൈനാമിക് കണ്ടന്റ് ടു ദി സ്കെയിൽഡ് ഹൊറിസോണ്ടലി ബൈ ആഡിങ് മോർ സെർവേഴ്സ്. അതായത് ഡൈനാമിക് ആയിട്ട് യൂസ് ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, യൂസറിന്റെ ഇൻപുട്ട് അനുസരിച്ച് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആണ് ആവശ്യം വരുന്നത്. പിന്നെ അനദർ വേ ഓഫ് മാക്സിമൈസിംഗ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഡയഗണൽ സ്കെയിലിംഗും ഉണ്ട്. ഡയഗണൽ സ്കെയിലിംഗ് അതായത് this combines the idea of both vertical and horizontal scaling, where the resource is scaled up vertically till one hit the physical resources capacity, and afterwards new resources are added like a horizontal scaling. The new added resources have further capacity is being scaled like a vertical scaling. അതായത് physical resources resource capacity എത്തുന്നത് വരെ resource vertically scale ചെയ്യും. physical resource capacity എത്തുന്നത് വരെ vertically അത് സ്കെയിൽ ചെയ്യും. അതിനുശേഷം ഹൊറിസോണ്ടൽ സ്കെയിലോട്ട് അത് പോകും. അതായത് പുതുതായി ആഡ് ചെയ്ത റീസോഴ്സസ് വെർട്ടിക്കൽ സ്കെയിലിംഗ് പോലുള്ള സ്കെയിൽ ചെയ്യാനുള്ള കൂടുതൽ കപ്പാസിറ്റി കാണും. അപ്പം കുറെ നേരത്തെ അത് വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യും, കുറച്ച് സമയത്ത് കഴിയുമ്പോൾ അത് ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്ന സ്കെയിലിംഗിനാണ് നമ്മൾ ഡയഗണൽ സ്കെയിലിംഗ്, അതായത് കോമ്പിനേഷൻ ഓഫ് ദീസ് ടു എന്ന് പറഞ്ഞാൽ മതി. അതിന് ഡയഗണൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത് എന്താ നമ്മൾ ഈ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് സ്കെയിലിംഗ് ആയിരുന്നു. എന്താണ് സ്കെയിലിംഗ്, സ്കെയിലിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതുപോലെ ഓട്ടോ സ്കെയിലിംഗ് ഉണ്ട്. ഓട്ടോ സ്കെയിലിംഗ് തന്നെ 2 തരത്തിലുണ്ട്. ഏത് ഓട്ടോ സ്കെയിലിംഗ് ഫിക്സഡും ഉണ്ട്, പാരാമീറ്റേഴ്സ് കൊടുത്തുകൊണ്ടുള്ളതും ഉണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ, പിന്നെ SLA അൽഗോരിതംസ് സർവീസ് ലെവൽ എഗ്രിമെന്റ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അഞ്ചാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. യൂണിറ്റ് 6 ലോഡ് ബാലൻസിങ്. ലോഡ് ബാലൻസിങ് ലോഡ് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ലോഡിനെ ബാലൻസ് ചെയ്യുക അല്ലെ. നമുക്ക് ഓവർലോഡ് വരുമ്പോൾ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം, അതാണ് ലോഡ് ബാലൻസിങ്. ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് incoming network traffic across multiple servers or resources in cloud computing. It acts as the traffic cop, managing the flow of requests among various servers to optimize performance, prevent overloading and ensure high availability. എന്താണ് ലോഡ് ബാലൻസിങ്? അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുന്ന നെറ്റ്വർക്ക് ട്രാഫിക്കിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക. അതായത് ഇറ്റ് ആക്ട് ആസ് എ ട്രാഫിക് കോപ്പ്, അതായത് ഒരു ട്രാഫിക് പോലീസിനെ പോലെ ആക്ട് ചെയ്യാനാണ് നമ്മൾ ലോഡ് ബാലൻസിങ്ങുള്ള കൺസെപ്റ്റ് പറയുന്നത്. In this unit, we will study importance of load balancing, goals of load balancing, levels of load balancing algorithms and load balancing as a service. അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ പറയുന്ന ലോഡ് ബാലൻസിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. എന്താണ് ലോഡ് ബാലൻസിങ്ങും അതിന്റെ ഇമ്പോർട്ടൻസും. ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. ലോഡ് ബാലൻസിങ് എന്താണെന്നുള്ള ആ ഫിഗർ, ഒരു ഫിഗർ കൊടുത്തിട്ടില്ലേ, ക്ലൗഡും അതുപോലെ ലോഡ് ബാലൻസിങ് കമ്പ്യൂട്ടിംഗ് പറഞ്ഞ് ക്ലൗഡ്, WWW, ഫയർവാൾ, ലോഡ് ബാലൻസർ, ഇൻകമിംഗ് റിക്വസ്റ്റ്. ഫിഗർ ഒന്ന് നോക്കിയേ. Load balancing in cloud computing distributes traffic and workload to ensure that no single server machine is underloaded, overloaded or idle. അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലെ ലോഡ് ബാലൻസിങ്ങില് ഒരു സെർവർ അല്ലെ മെഷീനോ അണ്ടർലോഡ്, ഓവർലോഡഡ്, ഐഡിൽ അല്ലെന്ന് ഉറപ്പാക്കാൻ ട്രാഫിക്കും വർക്ക് ലോഡും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കാര്യം മനസ്സിലായല്ലോ? ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലെ ലോഡ് ബാലൻസിങ്ങില് ഒരു സെർവറോ ഒരു മെഷീനോ ഒന്നും ഓവർലോഡും വരരുത്, അണ്ടർലോഡും വരരുത്, എന്നാ ഐഡിലും അല്ല. ഐഡിൽ മീൻസ് വെറുതെ ഇരിക്കുകയും ചെയ്യരുത്. ഉറപ്പാക്കാൻ ട്രാഫിക്കും വർക്ക് ലോഡും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. Load balancing optimizes various constrained parameters such as execution time, response time, system stability to improve overall cloud performance. Load balancing architecture in cloud computing consists of a load balancer that sits between servers and clients device to manage traffic. അതായത് ക്ലൗഡിന്റെ ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും, എങ്ങനെയാണോ പെർഫോമൻസ് എല്ലാം അതിന്റെ ക്ലൗഡിന്റെ ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും, എക്സിക്യൂഷൻ ടൈമും റെസ്പോൺസ് ടൈമും സിസ്റ്റം സ്റ്റെബിലിറ്റി, ഇതുപോലുള്ള കൺസ്ട്രെയിൻഡ് പാരാമീറ്റേഴ്സ് അല്ലേ. ഒരു സിസ്റ്റം എടുത്താൽ നമുക്ക് അതിന് എക്സിക്യൂഷൻ ടൈം കാണും, റെസ്പോൺസ് ടൈം കാണും, സിസ്റ്റം സ്റ്റെബിലിറ്റി കാണും. ഇതുപോലുള്ള കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ലോഡ് ബാലൻസിങ്ങിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. അപ്പം ക്ലൗഡ് കമ്പ്യൂട്ടിങ്സിലെ ലോഡ് ബാലൻസിങ് ആർക്കിടെക്ചറിൽ ട്രാഫിക് ബാലൻസ് ചെയ്യുന്നതിനായി ക്ലയന്റും സെർവറിനിടയിൽ ലോഡ് ബാലൻസർ ഇരിക്കും. എവിടെ ഇരിക്കും? ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങില് ലോഡ് ബാലൻസിങ് ആർക്കിടെക്ചറില് ട്രാഫിക് ബാലൻസ് ചെയ്യുന്നതിനായി ക്ലയന്റിനും സെർവറിനും ഇടയിൽ ആണ് ലോഡ് ബാലൻസർ ഇരിക്കുന്നത്. അതാണ് ഇവിടെ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലയന്റിനും സെർവറിനും ഇടയിലാണ് ലോഡ് ബാലൻസർ ഇരിക്കുന്നത്. Cloud load balancing enable enterprises to manage client requests and host resources distribution among multiple computers, application servers or computer networks. അതായത് ക്ലൗഡ് ലോഡ് ബാലൻസിങ് ക്ലയന്റിന്റെ റിക്വസ്റ്റ് മാനേജ് ചെയ്യാനും എന്നിട്ട് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനും ആപ്ലിക്കേഷനും സെർവേഴ്സിനും അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനും ഹോസ്റ്റ് റീസോഴ്സസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എന്റർപ്രൈസസുകളെ പ്രാപ്തമാക്കുവാണ് ക്ലൗഡ് ലോഡ് ബാലൻസിങ് ചെയ്യുന്നത് കേട്ടോ. അതാ ഫിഗർ നോക്കി മനസ്സിലാക്കുക ഇതിനിടയ്ക്കാണ് ഇതിരിക്കുന്നത് എന്നുള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് ലോഡ് ബാലൻസിങ് എന്താണ് ഇതിന് ഇമ്പോർട്ടൻസ് പറയുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് ഒപ്റ്റിമൈസ്ഡ് പെർഫോമൻസ്, പിന്നെ ഹൈ അവൈലബിലിറ്റി ആൻഡ് റിയലബിലിറ്റി, സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, കോസ്റ്റ് എഫിഷ്യൻസി, പിന്നെ ഫോൾട്ട് ടോളറൻസ് ആൻഡ് റീസൈലൻസ്,
സപ്പോർട്ട് ഫോർ മോഡേൺ ആർക്കിടെക്ചർ. ഇമ്പോർട്ടൻസ് ഫസ്റ്റ് വൺ, ഒപ്റ്റിമൈസ്ഡ് പെർഫോമൻസ്. അതായത് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് റിസോഴ്സസ് ആർ എഫിഷ്യൻലി യൂട്ടിലൈസ്ഡ്, പ്രിവെന്റിങ് എനി സിംഗിൾ സെർവർ ഫ്രം ബിക്കം ഓവർലോഡഡ്. അതായത് റീസോഴ്സസ് എല്ലാം എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം, ഒരു സിംഗിൾ സെർവർ പോലും ഓവർലോഡ് ആകരുത്, അതിന് തടയണം. റിസോഴ്സസ് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഏതെങ്കിലും സെർവർ ഓവർലോഡ് ആകുവാണെങ്കിൽ അതിനെ തടയുകയും ചെയ്യുക എന്നുള്ളതാണ് ലോഡ് ബാലൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് പറയുന്നത് ഹൈ അവൈലബിലിറ്റി ആൻഡ് റീലബിലിറ്റി. ലോഡ് ബാലൻസിങ് ഇംപ്രൂവ് സിസ്റ്റം റീലബിലിറ്റി by spreading traffic across multiple servers or regions. If one of the server fails or experience issues, the traffic can be redirected to healthily servers, ensuring continuous availability of applications and services. അതായത് മൾട്ടിപ്പിൾ സെർവേഴ്സ് സ്പ്രെഡ് ചെയ്ത് വെക്കണം. അതായത് ഏതെങ്കിലും ഒരെണ്ണം മാറിപ്പോയാൽ, എനിവൺ ഫെയിൽ ആയാൽ നമുക്ക് അടുത്തത് റീഡയറക്ട് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഹൈ അവൈലബിൾ ആയിരിക്കണം, പിന്നെ റീലബിളും ആയിരിക്കണം, വിശ്വസിക്കാൻ പറ്റണം. പിന്നെ സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റ്. Load balancing facilitates dynamic resource allocation. It allows for easy scaling, enabling addition or removal of resources based on demand. Demand അനുസരിച്ച് അതായത് ഡൈനാമിക് റിസോഴ്സ് അലോക്കേഷൻ ആയിരിക്കണം. ഡൈനാമിക് തന്നെ ചേഞ്ച് ചെയ്യണം റിസോഴ്സസ്. ആവശ്യാനുസരണം സാധനങ്ങൾ ആഡ് ചെയ്യാൻ റിമൂവ് ചെയ്യാനും പറ്റിയിരിക്കണം. അതാണ് സ്കെയിലബിൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് എഫിഷ്യൻസ് ആയിരിക്കണം. എഫിഷ്യന്റ് ലോഡ് ബാലൻസിങ് കോൺട്രിബ്യൂട്ട്സ് ടു കോസ്റ്റ് സേവിങ്സ് ബൈ ഒപ്റ്റിമൈസിങ് റിസോഴ്സ് യൂസേജ്. അതായത് എഫിഷ്യൻസ് ആയ ലോഡ് ബാലൻസിങ് റിസോഴ്സസിന്റെ യൂസേജ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലൂടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ കോസ്റ്റ് എഫിഷ്യൻസി ആണ്. പിന്നെ ഫോൾട്ട് ടോളറൻസ് ആൻഡ് റീസൈലൻസ്. ലോഡ് ബാലൻസിങ് എൻഹാൻസസ് ഫോൾട്ട് ടോളറൻസ് ബൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് ട്രാഫിക് അക്രോസ് റിഡൻഡന്റ് സെർവർ ഓർ ഡാറ്റാ സെന്റേഴ്സ്. ദിസ് റിഡൻഡൻസി minimize the impact of failures or disruptions, improving the system resilience against potential issues. എന്ന് പറഞ്ഞാല് ഇപ്പൊ ആവശ്യത്തിനില്ലാത്ത സെർവറിലോ ഡാറ്റാ സെന്ററിലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ ലോഡ് ബാലൻസിന് ടോളറൻസ് വർദ്ധിക്കും. ഇതുമൂലം ഫെയിലർ ഉണ്ടാകാം. അപ്പൊ ഫെയിലർ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. പിന്നെ സപ്പോർട്ട് ഫോർ മോഡേൺ ആർക്കിടെക്ചർ. അത് എന്താ, അതായത് ലോഡ് ബാലൻസിങ് ഈസ് എ ക്രൂഷ്യൽ ഫോർ മോഡേൺ ആർക്കിടെക്ചർ ലൈക്ക് മൈക്രോ സെർവേഴ്സ് ഓർ കണ്ടെയ്നേഴ്സ്. അതായത് മൈക്രോ സർവീസസും കണ്ടെയ്നേഴ്സുകളും പോലുള്ള മോഡേൺ ആർക്കിടെക്ചറൊക്കെ ലോഡ് ബാലൻസിങ് നിർണായകമാണ്. അപ്പൊ അത്രയുമാണ് ഏത് ഇമ്പോർട്ടൻസ് ഓഫ് ലോഡ് ബാലൻസിങ്. നോട്ട് ചെയ്ത് വെച്ചോണം. നെക്സ്റ്റ് ഗോൾസ്. ഗോൾസ് എന്ന് പറയുമ്പം അതെങ്ങനെ വർക്ക്, അതായത് ഓവറോൾ ഗോൾസ് ഓഫ് ലോഡ് ബാലൻസ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർ ദി മിനിമൈസ് റെസ്പോൺസ് ടൈം ഫോർ ആപ്ലിക്കേഷൻ യൂസേഴ്സ് ആൻഡ് മാക്സിമൈസ് ഓർഗനൈസേഷൻ യൂസ്. അതായത് ആപ്ലിക്കേഷൻ റെസ്പോൺസ് ടൈം കുറച്ചുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക റിസോഴ്സസ്. അതാണ് അതിന്റെ ഗോൾസ് പറയുന്നത്. പിന്നെ ഹൗ ഇറ്റ് വർക്ക്സ്. വർക്ക്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ട്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ, load balancing algorithm, health monitoring, session persistence, scalability and elasticity, high availability, content delivery and security. ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതായത് ട്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു ഇത് ലോഡ് ബാലൻസ് ആക്ട് ആസ് എ ട്രാഫിക് കോപ്പ്, റിസീവിംഗ് ഇൻകമിംഗ് റിക്വസ്റ്റ്. അതായത് ഒരു ട്രാഫിക് പോലീസുകാരനെ പോലെ ലോഡ് ബാലൻസ് ആക്ട് ചെയ്യുവാണെങ്കിൽ ട്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ ലോഡ് ബാലൻസ് അൽഗോരിതംസ് അവിടെ യൂസ് ചെയ്യുക. അൽഗോരിതം എന്ന് പറഞ്ഞാൽ റൗണ്ട് റോബിനോ അല്ലെങ്കിൽ ലീസ്റ്റ് കണക്ഷനോ വെയിറ്റഡ് റൗണ്ട് റോബിനോ ഇതുപോലുള്ള അൽഗോരിതംസ് ലോഡ് ബാലൻസർ യൂസ് ചെയ്യുക. അൽഗോരിതംസ് യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് എന്താണ് ഇതിനകത്തെ ട്രാഫിക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെൽത്ത് മോണിറ്ററിങ്. ഹെൽത്ത് മോണിറ്ററിങ് എന്ന് പറയുമ്പോൾ ഇതിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. നമ്മുടെ ഹെൽത്ത് ചെക്ക് ചെയ്യാറില്ല, ചിലപ്പം ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ നോക്കുന്നത് പോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ചെക്സ് പ്രോബ്ലം സെർവേഴ്സ് ടു എൻഷുർ ദാറ്റ് ഓപ്പറേഷൻ ഓർ കേപ്പബിൾ ഹാൻഡ്ലിംഗ് റിക്വസ്റ്റ്. അതായത് റിക്വസ്റ്റ് വരുമ്പോൾ അതിനെ വർക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണമെന്ന്, നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ സെഷൻ പെർസിസ്റ്റൻസ്. സെഷൻ പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഇ കൊമേഴ്സ് അല്ലെ ബാങ്കിങ് ആപ്പ്, the load balancer can employ technique like a cookie based or IP based session persistence. This ensures that the user requests are consistently directed to the same server and section to maintain continuity. അതായത് ഇങ്ങനെ ബാങ്കിങ് ആപ്പോ അതുപോലുള്ള ഇതൊക്കെ നമ്മൾ ആ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു സെഷൻ പെർസിസ്റ്റൻസ് കിട്ടണം. നമ്മളിപ്പോ ഒരു കാര്യം ഓർഡർ ചെയ്തു, വിഷ് ലിസ്റ്റിലിട്ടു, അല്ലെങ്കിൽ നമ്മളത് ഓർഡർ പ്ലേസ് ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ സൈറ്റിലോട്ട് തന്നെ പോകണം അല്ലേ. നമ്മൾ ഇ ബാങ്കിങ് ആണോ, നെറ്റ് ബാങ്കിങ് ആണോ, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും UPI ആപ്പാണോ യൂസ് ചെയ്യുന്നത്, ആ കറക്റ്റ് അതിലോട്ട് അത് മൂവ് ചെയ്ത് പോയിരിക്കണം. പിന്നെ ഹൈ അവൈലബിലിറ്റി. ഇത് നമുക്ക് അവൈലബിലിറ്റിയെ കുറിച്ച്, അതായത് എപ്പോഴും റിഡൻഡന്റ് ആയിട്ട്
this might have redundancy built in, employing technique like clustering or active configurations, ensuring that if one load balancer fails, another അതായത് ഏതെങ്കിലും ഒരു ലോഡ് ബാലൻസർ ക്ലൗഡിൽ നിന്നും ഫെയിൽ ആയാൽ അത് നമുക്ക് വേറെ എവിടെ കിട്ടിയിരിക്കണം, അതായത് ഹൈലി അവൈലബിൾ ആയിരിക്കണം. അതുപോലെ സെക്യൂരിറ്റി, അതുപോലെ ഡെലിവറിങ്ങും ഒക്കെ SSL ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി ഒക്കെ കൊടുക്കണം എന്നാണ് അത് പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ലോഡ് ബാലൻസേഴ്സ്. ഏതൊക്കെ ടൈപ്സിലുണ്ട്? ദർ ആർ 2 types ഓഫ് ലോഡ് ബാലൻസേഴ്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷനാലിറ്റി ആൻഡ് ബേസ്ഡ് ഓൺ കോൺഫിഗറേഷൻ. അപ്പൊ എന്തിനെ ബേസ് ചെയ്താണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്ത് വെക്കുക. എന്തിനെ ബേസ് ചെയ്താണ്? ഫംഗ്ഷനാലിറ്റിയെയും അതുപോലെ കോൺഫിഗറേഷനെയും ബേസ് ചെയ്തുകൊണ്ട് 2 തരത്തിലുള്ള ലോഡ് ബാലൻസർ ഉണ്ട്. ടൈപ്സ് ഓഫ് ലോഡ് ബാലൻസർ ബേസ്ഡ് ഓൺ ഫംഗ്ഷനാലിറ്റി: നെറ്റ്വർക്ക് ലോഡ് ബാലൻസർ ഓർ ലെയർ 4 ലോഡ് ബാലൻസർ, അതുപോലെ ആപ്ലിക്കേഷൻ ലോഡ് ബാലൻസർ ഓർ ലെയർ 7, ഗ്ലോബൽ സെർവർ ലോഡ് ബാലൻസർ ഓർ മൾട്ടി സൈറ്റ് ലോഡ് ബാലൻസർ. അങ്ങനെ ഏത് പറയാൻ പറ്റും? ഫംഗ്ഷനാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് കേട്ടോ. സെർവർ ടൈപ്സ് ഓഫ് ഫംഗ്ഷനാലിറ്റി ബേസ് ചെയ്തുകൊണ്ട് ലോഡ് ബാലൻസർ 3 തരത്തിലാണുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോണം. നെറ്റ്വർക്ക് ലോഡ് ബാലൻസർ, പിന്നെ ആപ്ലിക്കേഷൻ ലോഡ് ബാലൻസർ, ഗ്ലോബൽ സെർവർ ലോഡ് ബാലൻസർ. നെറ്റ്വർക്ക് ലോഡ് ബാലൻസ് എന്ന് പറയുന്നത് ലെയർ 4 L4 എന്ന് പറയാം. ബേസ്ഡ് ഓൺ നെറ്റ്വർക്ക് വേരിയബിൾസ് ലൈക്ക് IP address and destination port, network load balancing is the distribution of traffic at the transport level through the routing decisions. Such load balancing is TCP level 4 and does not consider any parameters of the application level type and content, cookie, data headers, locations, application behavior, etc. നെറ്റ്വർക്ക് ലെയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ IP അഡ്രസ്സിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോർട്ടിനെയും ബേസ് ചെയ്തായിരിക്കും ഈ ലോഡ് ബാലൻസർ വർക്ക് ചെയ്യുന്നത്. L4 അതായത് TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ലെവൽ 4 പോരും. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ഡേറ്റ ഹെഡേഴ്സ്, ലൊക്കേഷൻസ്, ആപ്ലിക്കേഷൻ ബിഹേവിയർ, കുക്കി, ഏതൊക്കെ കണ്ടന്റുകളാണ് യൂസ് ചെയ്യുന്നത് അതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് ലോഡ് ബാലൻസർ ആണ് പറയുന്നത് നെറ്റ്വർക്ക് ലോഡ് ബാലൻസർ. സെക്കൻഡ് വൺ പറയുന്നത് ആപ്ലിക്കേഷൻ ലോഡ് ബാലൻസർ, അതായത് L7, റാങ്കിങ് ഹയസ്റ്റ് ദി OSI മോഡൽ. ലെയർ 7 ലോഡ് ബാലൻസർ ഡിസ്ട്രിബ്യൂട്ട് ദി റിക്വസ്റ്റ് ബേസ്ഡ് ഓൺ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് അറ്റ് ദി ആപ്ലിക്കേഷൻ ലെവൽ. അതായത് ആപ്ലിക്കേഷൻ ലെവലിൽ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സിനെ അടിസ്ഥാനമാക്കി റിക്വസ്റ്റുകളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ OSI ലെയറിൽ 7 ലെയേഴ്സ് ആണെന്നറിയാലോ. അല്ലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആപ്ലിക്കേഷൻ ലെയർ അല്ലേ, അവിടെ നല്ല യൂസർ ചെയ്യുന്നത്. ആ ലെയറുമായിട്ട് ഈ ലോഡ് ബാലൻസറിന്റെ കണക്ഷൻ ആണ് ആപ്ലിക്കേഷൻ ലോഡ് ബാലൻസർ കൊണ്ട് പറയുന്നത്. പിന്നെ പറയുന്നത് ഗ്ലോബൽ സെർവർ ലോഡ് ബാലൻസർ ഓർ മൾട്ടി സൈറ്റ് ലോഡ് ബാലൻസർ. ഇവിടെ പറയുമ്പോൾ അതായത് അവിടെ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. വേരിയസ് ജിയോഗ്രാഫിക് അല്ലെ, ജിയോഗ്രാഫിക്കലി എല്ലാം വേരിയസ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ക്ലൗഡ് ഡാറ്റാ സെന്ററുകളിൽ ആപ്ലിക്കേഷൻ നമ്പർ കൂടുന്നതനുസരിച്ച് GSLD ഗ്ലോബൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യന്റ് ആക്കുന്നതിന് വേരിയസ് ഡാറ്റാ സെന്ററുകളിൽ L4 L7 എന്നിവയുടെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ. ഇൻ അഡീഷൻ എഫിഷ്യന്റ് ട്രാഫിക് ബാലൻസിംഗ് മൾട്ടി സൈറ്റ് ലോഡ് ബാലൻസേഴ്സ് ആർ ഹെൽപ്പ് ഫോർ ക്വിക്ലി റിക്കവറിംഗ് ആൻഡ് seamless business operations in case of server disaster or disaster at any data centers or as other data centers at any part of the world can be used for business continuity. അതായത് ഗ്ലോബൽ സെർവർ ലോഡ് ബാലൻസ് എന്ന് പറഞ്ഞാല് അത് ഈ വർക്ക് ലോഡ് കൂടുന്നതനുസരിച്ച് L4 L7 കൂടെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. ഏത് ഗ്ലോബൽ സെർവർ L4 L7 എന്ന് പറയാൻ നമുക്കറിയാം, ഒന്ന് ആപ്ലിക്കേഷൻ ലെയറും ഒന്ന് നെറ്റ്വർക്ക് ലെയറും അല്ലേ. അപ്പൊ അതിന്റെ എഫിഷ്യൻസി കൊണ്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ ലോഡ് ബാലൻസർ കൊണ്ട്, അതായത് മൾട്ടി സൈറ്റ് ലോഡ് ബാലൻസർ കൊണ്ട് പറയുന്നത്. അപ്പൊ ആ 3 ടൈപ്പ് ഓഫ് ലോഡ് ബാലൻസറും അത് ഫംഗ്ഷനാലിറ്റിയെ ബേസ് ഉള്ളത് നോക്കുക. പിന്നെ നമുക്ക് അതിന്റെ കോൺഫിഗറേഷനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. Software load balancer, hardware load balancer, and virtual load balancers are 3 types of load balancer used in cloud computing to manage and distribute incoming network traffic among multiple servers or resources to optimize performance and reliability. Performance and reliability ഒക്കെ കൂട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് 2 തരത്തിലുള്ള 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സോഫ്റ്റ്വെയർ ലോഡ് ബാലൻസേഴ്സ്, ഹാർഡ്വെയർ ലോഡ് ബാലൻസേഴ്സ് ആൻഡ് വെർച്വൽ ലോഡ് ബാലൻസേഴ്സ്. അപ്പൊ സോഫ്റ്റ്വെയർ ലോഡ് ബാലൻസേഴ്സ് എന്ന് പറഞ്ഞാല്
Software load balancers are load imbalancer solutions implemented in software applications or services. സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തുകൊണ്ട് സ്കെയിൽ അപ്പ് ഓർ ഡൗൺ ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ ലോഡ് ബാലൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹാർഡ്വെയർ ലോഡ് ബാലൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡിവൈസസ് ഡിസൈൻ സ്പെസിഫിക് ടു പെർഫോം എ ലോഡ് ബാലൻസ് ടാസ്ക്. അതായത് ഫിസിക്കൽ ഡിവൈസസിൽ ഏതെങ്കിലും ഹാർഡ്വെയറിൽ ഏതെങ്കിലും വരുമ്പോഴത്തേനുമാണ് ഇത് അതിന്റെ കോൺഫിഗറേഷൻ വരുമ്പോൾ, അതായത് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ സിറ്റ് ബിറ്റ്വീൻ ഇൻകമിംഗ് ട്രാഫിക് ആൻഡ് സെർവേഴ്സ് മാനേജിംഗ് ഡിസ്ട്രിബ്യൂഷൻ റിക്വസ്റ്റ് അങ്ങനെ വരുമ്പോൾ, അതായത് സിട്രിക്സ് ADC F5 നെറ്റ്വർക്ക്സ് അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് ഫിസിക്കൽ ഡിവൈസസിന്റെ ഡിസൈൻ വരുമ്പോൾ നമ്മൾ ഹാർഡ്വെയർ ലോഡ് ബാലൻസർ യൂസ് ചെയ്യാം. സോഫ്റ്റ്വെയർ ലോഡ് ബാലൻസ് എന്ന് പറയുമ്പോൾ എന്താ HA പ്രോക്സി അല്ലെങ്കിൽ NGINX അല്ലെ, അങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ്വെയറുകൾക്ക് വരുന്നത് സോഫ്റ്റ്വെയർ ലോഡ് ബാലൻസർ യൂസ് ചെയ്യാം. പിന്നെ പറഞ്ഞുള്ളത് വെർച്വൽ ലോഡ് ബാലൻസർ. വെർച്വൽ ലോഡ് ബാലൻസർ എന്ന് പറയുന്നത് this load balancer different from both of the software and hardware load balancers is a combination of the program of hardware load balancer working with a virtual machine. അതായത് കോമ്പിനേഷൻ ഓഫ് എ പ്രോഗ്രാം ഓഫ് എ ഹാർഡ്വെയർ ലോഡ് ബാലൻസർ വർക്കിംഗ് എ വെർച്വൽ മെഷീൻ. ഒരു വെർച്വൽ മെഷീനിൽ ഹാർഡ്വെയർ ലോഡ് ബാലൻസർ വെച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെർച്വൽ ലോഡ് ബാലൻസർ എന്ന് പറയുന്നത്. അതായത് അവിടെ എന്ന് പറയുന്ന സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് ബാക്ക്-എൻഡ് സെർവറുകൾക്കിടയിൽ നെറ്റ്വർക്ക് ട്രാഫിക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വെർച്വൽ ആപ്ലിക്കേഷൻസ് ഡെലിവറി ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉള്ള സോഫ്റ്റ്വെയർ ആണ് വെർച്വൽ ലോഡ് ബാലൻസേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിൽ കോൺഫിഗറേഷനെ ബേസ് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ ആണോ ഹാർഡ്വെയർ ആണോ വെർച്വൽ ആണോ അങ്ങനെ ബേസ് ചെയ്തുകൊണ്ട് 3 തരത്തിൽ ഡിവിഷൻ വന്നിട്ടുണ്ട്. അതോടെ നോക്കുക. നെക്സ്റ്റ് വൺ, ലോഡ് ബാലൻസിങ് അൽഗോരിതംസ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. Load balancing algorithms is the logic, a set of predefined rules which load balancer uses a route traffic among services. There are 2 types of approaches, static load balancing and dynamic load balancing. Important ആണ് നോക്കണം. സ്റ്റാറ്റിക് ലോഡ് ബാലൻസിങ്ങും ഡൈനാമിക് ലോഡ് ബാലൻസിങ്ങും എന്താണ്? ഇനി സ്റ്റാറ്റിക് ലോഡ് ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ ആ പാരഗ്രാഫിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിസ്റ്റത്തിന്റെ കറന്റ് വർക്ക് ലോഡ് കണക്കിലെടുക്കാതെ വർക്ക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം സ്ലോ പെർഫോമൻസ് സെർവേഴ്സും ഫാസ്റ്റ് പെർഫോമൻസ് സെർവേഴ്സും ഏതെന്ന് സ്റ്റാറ്റിക് ലോഡ് ബാലൻസിൽ അറിയത്തില്ല. സോ അസൈൻസ് വർക്ക് ലോഡ്സ് ബേസ്ഡ് ഓൺ എ പ്രീ ഡിഫൈൻഡ് പ്ലാൻ. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച വർക്ക് തന്നെ വർക്ക് ലോഡ് ഇട്ട് കൊടുക്കുക. അതായത് സിസ്റ്റത്തിന് കറന്റ് വർക്ക് ലോഡ് കണക്കിലെടുക്കും. ഇപ്പൊ ആ സിസ്റ്റത്തിന്, അതായത് ഞാനൊരു വർഷം മുന്നേ മേടിച്ചപ്പോൾ ഉള്ള കപ്പാസിറ്റി അല്ലല്ലോ ഇപ്പൊ എന്റെ ഫോണിനുള്ളത് അല്ലെ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. സ്റ്റാറ്റിക് ലോഡ് ബാലൻസിങ് അൽഗോരിതംസ് അങ്ങനെ നോക്കുന്നത്. അസൈൻസ് വർക്ക് ലോഡ്സ് ബേസ്ഡ് ഓൺ എ പ്രീ ഡിഫൈൻഡ് പ്ലാൻ. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോവുക. മുൻകൂട്ടി നിശ്ചയിച്ച പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ലോഡ് കൊടുക്കുന്നതിനാണ് നമ്മൾ സ്റ്റാറ്റിക് ലോഡ് ബാലൻസിങ് എന്ന് പറയുന്നത്. സം ഓഫ് ദി അത് ഏതൊക്കെ അൽഗോരിതംസ് ആണ് സ്റ്റാറ്റിക്കിനകത്ത് വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്താണ്. ഫസ്റ്റ് വൺ പറയുന്നത് റൗണ്ട് റോബിൻ, പിന്നെ വെയിറ്റ് റോബിൻ, IP ഹാഷ്, ഓപ്പർച്യൂണിസ്റ്റിക് അൽഗോരിതം, മിൻ അൽഗോരിതം, മാക്സ്മിൻ അൽഗോരിതം, ത്രോട്ടിൽഡ് ലോഡ് ബാലൻസർ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ആക്റ്റീവ് മോണിറ്ററിംഗ് ലോഡ് ബാലൻസർ. ഇത്രയും യൂസ് ചെയ്തുകൊണ്ടാണ് സ്റ്റാറ്റിക് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും അവിടെ കൊടുക്കുന്നത്. അപ്പൊ റൗണ്ട് റോബിൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ചെറിയ BCA ഒക്കെ നിങ്ങൾ റൗണ്ട് റോബിൻ OSനകത്തൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താ റൗണ്ട് റോബിൻ അൽഗോരിതം? റൗണ്ട് റോബിൻ അതായത് സെർവർ ലോഡ് ബാലൻസ് ചെയ്യുന്നതിനായി മൾട്ടിപ്പിൾ സെർവറിൽ ഉടനീളം ഇൻകമിംഗ് ട്രാഫിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് റൗണ്ട് റോബിൻ. കേട്ടോ, OSൽ ഇങ്ങനെയായിരിക്കും കൊടുക്കുന്നത്. സെർവേഴ്സ് ഒക്കെ ലോഡ് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് മൾട്ടിപ്പിൾ സെർവറുകളിൽ ഉടനീളം ഒരു ഇൻകമിംഗ് ട്രാഫിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് റൗണ്ട് റോബിൻ. അതായത് ഓരോ ടാസ്കിനും CPU ടൈമിന്റെ ഈക്വൽ ഷെയർ നൽകും. എന്നിട്ട് ടാസ്കുകൾ സർക്കുലർ ക്യൂവിൽ വർക്ക് ചെയ്യും. CPU അലോക്കേറ്റ് ചെയ്ത ടൈം എക്സ്പയർ ചെയ്യുമ്പോൾ ക്യൂവിന്റെ എൻഡിൽ കൊണ്ടുപോയിടും. എന്നിട്ട് ന്യൂ ടാസ്ക് എടുക്കും. അങ്ങനല്ലേ OS വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഓരോ ടാസ്കിനും CPU ടൈമിന് ഈക്വൽ ഷെയറിംഗ് നൽകിക്കൊണ്ട് ടാസ്കുകൾ ഇങ്ങനെ സർക്കുലർ ക്യൂവും സ്റ്റാക്കും ഒക്കെ പഠിച്ചിട്ടില്ലേ? സർക്കുലർ ക്യൂ വർക്ക് ചെയ്യും. എന്നിട്ട് CPU അലോക്കേറ്റ് ചെയ്ത് ടൈം എക്സ്പയർ ചെയ്യുമ്പോൾ CPU ടൈം കാണില്ല, അത് എക്സ്പയർ ചെയ്ത് കഴിയുമ്പോൾ ക്യൂവിന്റെ എൻഡിൽ കൊണ്ടുപോയിട്ടിട്ട് അടുത്ത ന്യൂ ടാസ്ക് എടുക്കും. അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് റൗണ്ട് റോബിൻ. പിന്നെ വെയിറ്റഡ് റോബിൻ ഉണ്ട്.
വെയിറ്റഡ് റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞാല് വെയിറ്റഡ് റൗണ്ട് റോബിൻ അതായത് ഡൊമൈനെ കുറിച്ചല്ലേ അവിടെ പറയുന്നത്, DNS അല്ലെ. ഡൊമൈന്റെ നീഡ് അനുസരിച്ച് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അലോ ചെയ്യുന്ന അഡ്വാൻസ്ഡ് ലോഡ് ബാലൻസിങ് കോൺഫിഗറേഷൻ ആണ് വെയിറ്റഡ് റൗണ്ട് റോബിൻ. നമ്മൾ ഈ OS ഒക്കെ സെക്കൻഡ് BCA ഒക്കെ പഠിക്കുമ്പം സർക്കിൾ ഇട്ട് വെച്ച് എയും ബിയും എന്ന് മൂന്നാലെണ്ണം ഇങ്ങോട്ട് വെച്ച് ട്രീ ഷേപ്പിലൊക്കെ വരച്ച് വെക്കാറില്ല, ഇതിന്റെ ബാലൻസ് ചെയ്തൊക്കെ പഠിച്ചിട്ടില്ലേ അല്ലേ. അപ്പൊ നമ്മള് പണ്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ ഫിഗർ മാത്രം വെച്ചിട്ട് ഇവിടെ എയും ബിയും അവിടെ സിയും ഡിയും പിന്നെ ഡിവൈഡ് ചെയ്ത് വെച്ചു, അപ്പൊ അങ്ങോട്ടത് ലോഡ് ബാലൻസിങ് അങ്ങനെ അപ്പുറം ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അത് അൽഗോരിതം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇവിടെ അതാണ് വെയിറ്റ് റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞാൽ ഡൊമൈനിന്റെ നീഡ് അനുസരിച്ച് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അലോ ചെയ്യുന്ന അഡ്വാൻസ്ഡ് ലോഡ് ബാലൻസിങ് അൽഗോരിതംസ് സ്റ്റാറ്റിക് ലോഡ് ബാലൻസിങ് യൂസ് ചെയ്യും. അതായത് ട്രാഫിക് ഹാൻഡിൽ ചെയ്യാനും ക്രൈറ്റീരിയ അടിസ്ഥാനമാക്കി ഒരു സൈറ്റ് അഡ്മിന് ഓരോ സെർവറിനും ഒരു വെയിറ്റ് നൽകുക കേട്ടോ, ട്രാഫിക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അതായത് ഒരുപാട് സെർവേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അത് അപ്പൊ അതിന്റെ അഡ്മിന് ഓരോ സെർവറിനും ഒരു വെയിറ്റ് നൽകുക. അപ്പൊ സെർവേഴ്സ് വിത്ത് ഹയർ വെയിറ്റ്സ് ആണെങ്കിൽ ക്ലയന്റ് റിക്വസ്റ്റ് കൂടുതലായിരിക്കും എന്ന് ഓർത്താൽ മതി. അങ്ങനെയല്ലേ, വെയിറ്റ് കൂടുക. ഇപ്പൊ നമ്മള് പല സെർവറുണ്ട് ABCD എന്ന് വെച്ചിരിക്കുക, ബിക്ക് പല ഡിവിഷനിങ് വന്ന് പല ട്രീ പോലെ പോവുകയാണെങ്കിൽ ഓർക്കുക അവിടെ ക്ലയന്റ് റിക്വസ്റ്റ് കൂടുതലായിരിക്കും. അത് യൂസ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ഇത് പറയുന്നത് വെയിറ്റ് റൗണ്ട് റോബിൻ എന്ന് പറയുന്നത്. പിന്നെ IP ഹാഷ് ഉണ്ട്. IP hash load balancing combines the source and destination of IP address of incoming traffic and use a mathematical function to convert them into hashes. എന്ന് പറഞ്ഞാല് ഇപ്പൊ IP ഹാഷ് യൂസർ സെക്ഷനുകളിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, യൂസർ സെഷൻ ഇല്ലേ, സെഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയും, BCA പ്രൊജക്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ. യൂസർ സെഷനുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സെർവറുകളിൽ ട്രാഫിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഒരു അൽഗോരിതം ഉപയോഗിക്കുന്ന രീതിയാണ്. സെഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ സെഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. എന്നിട്ട് സെർവറുകളിൽ ട്രാഫിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് IP ഹാഷ്. അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റ് സെയിം സെർവറിലേക്ക് റിട്ടേൺ ചെയ്താൽ അൽഗോരിതം യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ കാര്യം ഡ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുമല്ലോ, അത് ആ സെയിം സെർവറിലേക്കാണ് പോയെങ്കിൽ ഇത് ഓക്കെയാണ്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് അൽഗോരിതംസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഓരോ സിസ്റ്റത്തിന്റെയും കറന്റ് വർക്ക് ലോഡ് കൺസിഡർ ചെയ്യാത്ത സ്റ്റാറ്റിക് ലോഡ് ബാലൻസിങ് അൽഗോരിതം ആണ്. അതും അതായത് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, കറന്റ് വർക്ക് ലോഡ് പറയുന്നില്ല, പ്രീ ഡിഫൈൻഡ് വെച്ചിരിക്കുന്നതിനെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അപ്പൊ ഓരോ സിസ്റ്റത്തിന്റെയും കറന്റ് വർക്ക് ലോഡ് കൺസിഡർ ചെയ്യാതെ സ്റ്റാറ്റിക് ലോഡ് ബാലൻസിങ് അൽഗോരിതം ആണിത്. സോ അൺകംപ്ലീറ്റഡ് ടാസ്കുകൾ റാൻഡംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഓരോ നോഡിനെയും ബിസി ആക്കുകയോ ചെയ്യുന്നു. പിന്നെ മിൻ അൽഗോരിതം ഉണ്ട്. ദിസ് അൽഗോരിതം is easy to use and work at a faster pace. In addition, it improves performance and consists of a series of tasks. The time taken to execute the task is computer allocated to virtual machine. അതായത് നിലവിലുള്ള ടാസ്കുകളുടെ കമ്പ്യൂട്ടേഷനെ അടിസ്ഥാനമാക്കി ടാസ്ക് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വെർച്വൽ മെഷീനിനെ അലോക്കേറ്റ് ചെയ്യുകയും ഓരോ ടാസ്കും വെർച്വൽ മെഷീനിലോട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അൽഗോരിതമാണ് മിൻമാക്സ് അൽഗോരിതം. സെക്കൻഡ് ലൈനിൽ അതാ പറയുന്നത് കേട്ടോ. നിലവിൽ കുറച്ച് ടാസ്കുകൾ കാണുമല്ലോ, അതിന്റെ കംപ്ലീഷനെ അടിസ്ഥാനമാക്കി ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് വെർച്വൽ മെഷീനെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഓരോ ടാസ്കും വെർച്വൽ മെഷീൻ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും മിൻ അൽഗോരിതം. ഇനി മാക്സ് മിൻ അൽഗോരിതം ഉണ്ട്. Algorithm is quite similar to min load balancing based on the calculation time. ഏകദേശം അതുപോലെ തന്നെ സെയിം ആണ്. Determine the least time to complete each given task. അതായത് ഓരോ ടാസ്കും തീർക്കാൻ എത്രമാത്രം സമയം എടുക്കുന്നു കൂടി ഇവിടെ മാക്സ് മിൻ അൽഗോരിതം കാണിക്കുന്നുണ്ട്. പിന്നെ ത്രോട്ടിൽഡ് ലോഡ് ബാലൻസർ ഉണ്ട്, TLB. എന്ന് പറഞ്ഞാല് വെർച്വൽ മെഷീൻസും ഇപ്പം നിലവിലുള്ള സ്റ്റേറ്റും ഉൾപ്പെടുന്ന അൽഗോരിതം. ഇത് നിലവിൽ ഏത് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത് അതും വെർച്വൽ മെഷീൻസും കൂടെ കൂടുന്ന ഒരു അൽഗോരിതമാണ്. അതായത് വെർച്വൽ മെഷീനിലേക്ക് ഒരു സ്പെസിഫിക് ടാസ്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റാ സെന്ററുകളിലുള്ള കൺട്രോൾസ് യൂണിറ്റിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതായത് ഐഡിയൽ ആയിട്ടിരിക്കുന്ന വെർച്വൽ മെഷീൻ ഉണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ ലോഡ് ബാലൻസർ ഡാറ്റാ സെന്ററിലേക്ക് തിരികെ സെൻഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നോക്കുന്നതാണ് ത്രോട്ടിൽഡ് ലോഡ് ബാലൻസർ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് ആക്റ്റീവ് മോണിറ്ററിംഗ് ലോഡ് ബാലൻസർ. ഇതൊരു ഡൈനാമിക് ലോഡ് ടെക്നോളജിയാണ് കേട്ടോ. ആക്റ്റീവ് ദിസ് ടെക്നോളജി ഒബ്റ്റെയിൻസ്
information relevant to each virtual machine and number of requests that are presently allocated to each other them എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി ഓരോ വെർച്വൽ മെഷീനെയും അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റിക്വസ്റ്റുകളുടെ ഇൻഫോർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയും DCC ഡാറ്റാ സെന്റർ കൺട്രോളറും അതുപോലെ VM വെർച്വൽ മെഷീൻ ഇൻഡെക്സ് ടേബിളും സ്കാൻ ചെയ്ത് ഒരു ന്യൂ റിക്വസ്റ്റ് ലഭിച്ചതിന് ശേഷം ഐഡിൽ ലോഡർ ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ഫസ്റ്റ് സെർവർ കൺസെപ്റ്റ് അൽഗോരിതം നോക്കി ഫസ്റ്റ് കം ഫസ്റ്റ് അല്ലെ, ആദ്യം വന്നതെന്ന് നോക്കിക്കൊണ്ട് വെർച്വൽ മെഷീൻ ലോഡ് ചെയ്യാൻ അനുവദിക്കുക. അതായത് ഫിഫോയാ നോക്കുന്നത്. അതിൽ രണ്ടിലും കൂടുതലാണെങ്കിൽ എന്താ ഇൻഡെക്സ് നമ്പർ ഉള്ള വെർച്വൽ മെഷീൻ വെച്ച് ലോഡ് ചെയ്യും. എന്നിട്ട് VM ID അതായത് വെർച്വൽ മെഷീന്റെ ഐഡിയും DCCയിലേക്ക് അതുപോലെ AMLB അൽഗോരിതം തിരിച്ച് ആക്റ്റീവ് മോണിറ്ററിംഗ് അൽഗോരിതം തിരിച്ചും സെൻഡ് ചെയ്യും. അപ്പൊ DCC പുതിയ അലോക്കേഷനും AMLB ചെയ്തിരിക്കുന്നതും ആണെങ്കിൽ ക്ലൗഡ് സെൻഡ് ചെയ്യുകയും ചെയ്യുക. അതായത് ഇത്രയും ഓർത്താൽ മതി, ഒരു ഡൈനാമിക് ലോഡ് ടെക്നോളജിയാണ്. അവിടെ റിക്വസ്റ്റുകളുടെ DCC VM ഇൻഡെക്സും ടേബിളും സ്കാൻ ചെയ്യുക. DCC അതായത് ഡാറ്റാ സെന്റർ കൺട്രോളും വെർച്വൽ മെഷീനും സ്കാൻ ചെയ്തിട്ട് അവിടെ ന്യൂ റിക്വസ്റ്റ് ലഭിച്ചതിന് ശേഷം ഐഡിൽ ലോഡർ ആയിട്ടുള്ള വെർച്വൽ മെഷീൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവർ കൺസെപ്റ്റ് അൽഗോരിതം അവിടെ യൂസ് ചെയ്യുക. ഫിഫോ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ സ്റ്റാറ്റിക് കഴിഞ്ഞ് ഇനി ഡൈനാമിക് ലോഡ് ബാലൻസിങ്. എന്താണ് ഡൈനാമിക് ലോഡ് ബാലൻസിങ്? Algorithm in this class are also noted as online algorithms in which virtual machines are dynamically allocated according to the loads at each time interval. The load information of VM is not obtained until it comes into a scheduling stage. These algorithms could dynamically configure the virtual machine placement combining with the virtual machine migration technique. അതായത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം അതായത് നമുക്കൊരു ഷെഡ്യൂളിംഗ് സ്റ്റേജിലേക്ക് വരുന്നത് വരെ വെർച്വൽ മെഷീന് വിവരങ്ങൾ ലഭിക്കത്തില്ല, അതിനുശേഷമേ ലഭിക്കത്തുള്ളൂ. അങ്ങനെ കിട്ടുമ്പോഴത്തേനും വെർച്വൽ മെഷീൻ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ലീസ്റ്റ് കണക്ഷൻ, വെയിറ്റഡ് ലീസ്റ്റ് കണക്ഷൻ, വെയിറ്റഡ് റെസ്പോൺസ് ടൈം, റിസോഴ്സ് ബേസ്ഡ് ലോഡ് ബാലൻസിങ് അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡൈനാമിക് ലോഡ് ബാലൻസർ വർക്ക് ചെയ്യുന്നത്. അതായത് ലീസ്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ it identifies which servers currently have fewest number of requests being served and direct traffic to those servers. അതായത് പ്രോസസിംഗ് പവർ ആവശ്യമാണെന്നും അസംഷനെ അടിസ്ഥാനമാക്കിയിട്ട് ഇത് ലീസ്റ്റ് കണക്ഷൻ കൊടുക്കും. പിന്നെ വെയിറ്റഡ് ലീസ്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില സെർവറുകൾക്കൊക്കെ മറ്റുള്ളവയേക്കാൾ കൂടുതൽ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അസംഷനിൽ ഓരോ സെർവേഴ്സിനും ഡിഫറെന്റ് വെയിറ്റുകൾ നൽകാനുള്ള ഓപ്ഷൻസ് അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്താണ് വെയിറ്റഡ് ലീസ്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അസംഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ, അങ്ങനെ കൂടുതൽ ഇത് വരുവാണെങ്കിൽ അങ്ങനെ ഉള്ള സെർവർ ഡിഫറെന്റ് വെയിറ്റുകൾ കൊടുത്തോണ്ട്, അതായത് ക്ലയന്റ് റിക്വസ്റ്റുകൾ കൂടുതൽ അങ്ങോട്ട് കൊടുത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് വെയിറ്റഡ് ലീസ്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വെയിറ്റഡ് റെസ്പോൺസ് ടൈം ഉണ്ട്. റെസ്പോൺസ് ടൈം ഓഫ് ഈച്ച് സെർവർ കമ്പൈൻസ് ദാറ്റ് നമ്പർ ഓഫ് റിക്വസ്റ്റസ് ഓഫ് ഈച്ച് സെർവർ ഈസ് സെർവിംഗ് ടു ഡിറ്റർമിൻ വേർ ടു സെൻഡ് ട്രാഫിക്. അല്ലെ, എങ്ങോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത്. അൽഗോരിതം ക്യാൻ എൻഷുർ ഫാസ്റ്റ് സർവീസ് ഫോർ യൂസേഴ്സ് ബൈ സെൻഡിങ് ട്രാഫിക് ടു ദി സെർവേഴ്സ് വിതിൻ ദി ക്വിക്കസ്റ്റ് റെസ്പോൺസ് ടൈം. പിന്നെ ഉള്ളത് റിസോഴ്സ് ബേസ്ഡ് ഓർ അഡാപ്റ്റീവ് ലോഡ് ബാലൻസിങ് അൽഗോരിതം. This status indicates that determined by a custom program running on each server. അതായത് ഒരു ഏജന്റ് അല്ലെ ഇഷ്ടാനുസൃതമായിട്ട് നമുക്കൊരു റണ്ണിങ് ഓൺ ഈച്ച് സെർവർ, ഏത് സെർവറിൽ വേണമെങ്കിലും നോക്കാം. അതായത് റിസോഴ്സ് ബേസ്ഡ്, ആ റിസോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയി അത് യൂസ് ചെയ്തെടുക്കാം എന്നുള്ളത്. അതായത് അഡാപ്റ്റീവ് ആണെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡൈനാമിക് ലോഡ് ബാലൻസിങ് അൽഗോരിതം ഉണ്ടെന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, ലോഡ് ബാലൻസിങ് ആസ് എ സർവീസ്. അതുകൂടെ ഉള്ളെന്ന് തോന്നുന്നു, നമ്മുടെ ടോപ്പിക്ക് തീരും. അതുകൂടെ പറയും, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 10 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ. ലോഡ് ബാലൻസിങ് ആസ് എ സർവീസ് പറഞ്ഞാൽ LBAAS പഠിച്ചോണം കേട്ടോ. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. LBAAS എന്താന്ന് ചോദിച്ചാൽ റീസോഴ്സസുകളുടെ പെർഫോമൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും അവൈലബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനും റീഡബിലിറ്റി അല്ലെ റിയലബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും മൾട്ടിപ്പിൾ സെർവറുകളിലോ ആപ്ലിക്കേഷനിലോ ഉള്ള ഇൻകമിംഗ് നെറ്റ്വർക്ക് ട്രാഫിക്
ഡൈനാമിക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായി ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് ആണിത്. അതാ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് ആണ് ലോഡ് ബാലൻസിങ് ആസ് എ സർവീസ് എന്ന് പറയുന്നത്. അതായത് റീസോഴ്സുകളുടെ പെർഫോമൻസ് എന്തായാലും നമ്മൾ ക്ലൗഡ് യൂസ് ചെയ്യുന്ന റീസോഴ്സസിന് വേണ്ടിയാണല്ലോ. അപ്പൊ റീസോഴ്സുകളുടെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും അവൈലബിലിറ്റി അത് കിട്ടണം അതിനെ എൻഹാൻസ് ചെയ്യുന്നതിനും റീലബിൾ ആണെങ്കിൽ അതൊന്നുകൂടി ഇംപ്രൂവ് ചെയ്യുന്നതിനും മൾട്ടിപ്പിൾ സെർവറുകളിലോ ആപ്ലിക്കേഷനിലുള്ള ഇൻകമിംഗ് നെറ്റ്വർക്ക് ട്രാഫിക് ഡൈനാമിക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായി ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് ആയത്. അപ്പം ലോഡ് ബാലൻസറുകൾ കോൺഫിഗർ ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുമുള്ള കോംപ്ലക്സിറ്റീസ് മാനേജ് ചെയ്തുകൊണ്ട് ലോഡ് ബാലൻസിങ് ഓപ്പറേഷൻസ് സിമ്പിൾ ആക്കാൻ പറ്റും. അതാണ് സെക്കൻഡ് ലൈനിൽ പറയുന്നത്. അപ്പം ലോഡ് ബാലൻസിങ് ആസ് എ സർവീസ്. ഇനി ഓപ്പൺ സ്റ്റാക്ക് ലോഡ് ബാലൻസിങ് ആസ് എ സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞാല് ആ ഒരു ഫിഗർ നോക്കി. ഓപ്പൺ സ്റ്റാക്ക് ആസ് എ സർവീസ് ഏറ്റവും മേളിൽ ലോഡ് ബാലൻസർ ഉണ്ട്, പിന്നെ ലിസണർ ഉണ്ട്, പൂളുണ്ട്. പൂളിൽ നിന്നുകൊണ്ട് പിന്നെ ഡിവിഷൻ വന്നിട്ടുണ്ട്. ഏത് ഇൻസ്റ്റൻസിലോട്ട് പോകും, പിന്നെ ഹെൽത്ത് മോണിറ്റർ ചെയ്ത് പൂളിൽ വരും അല്ലെ. ആരോ മാർക്ക് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ ലൈൻ ഇട്ടിട്ടുണ്ട്. ഓപ്പൺ സ്റ്റാക്ക്. ഇനി ഓപ്പൺ സ്റ്റാക്ക് എന്താന്ന് ഞാൻ പറയാം. ഇൻസ്റ്റൻസുകൾക്കിടയിൽ, അതായത് ഏതാണോ ഇൻസ്റ്റൻസ്, ആ ഇൻസ്റ്റൻസുകൾക്കിടയിലുള്ള ട്രാഫിക് ലോഡ് ബാലൻസ് ചെയ്യാന് ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യാന് യൂസേഴ്സിനെ അലോ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓപ്പൺ സ്റ്റാക്ക് ലോഡ് ബാലൻസർ ആസ് എ സർവീസ്. മനസ്സിലായോ? ഇൻസ്റ്റൻസുകൾക്കിടയിലുള്ള ട്രാഫിക് ലോഡും ബാലൻസ് ചെയ്യാനും ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യാനും യൂസേഴ്സിനെ അലോ ചെയ്യുക. ഇത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റൻസിനെ ഫ്രണ്ടിൽ റിസൈഡ് ചെയ്യും. എന്നിട്ട് ഒരു ലോഡ് ബാലൻസർ IP അഡ്രസ്സിലേക്ക് മൾട്ടിപ്പിൾ ലിസണർ പോർട്ടിലേക്ക് കോൺഫിഗർ ചെയ്യാൻ ഈ LBASനെ അനുവദിക്കുകയാണ്. അതായത് അത് ഞാൻ പറയാം. വേരിയസ് കമ്പോണൻസ് ഓഫ് ഓപ്പൺ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ലോഡ് ബാലൻസർ കളക്ട് ഡാറ്റ ഫ്രം ലിസണർ ആൻഡ് റൂട്ട് ദി ട്രാഫിക് ടു അപ്രോപ്രിയേറ്റ് ഇൻസ്റ്റൻസ്. അത് ലിസണറിൽ നിന്നോണ്ട്, അതായത് ഇത് ലിസണർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുന്നതിനല്ലേ പറയുന്നത്. അപ്പൊ ലിസണറിൽ നിന്നോണ്ട് ലോഡ് ബാലൻസർ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ഇൻസ്റ്റൻസിലോട്ട് പൂൾ വഴി കടത്തി വിടുന്നു. ഇറ്റ്സ് ഗെറ്റ് അസൈൻഡ് ടു IP അഡ്രസ് ഫ്രം ദി സെയിം സബ്ജക്ട് ഓൺ വിച്ച് ഇൻസ്റ്റൻസ് ഓഫ് റണ്ണിംഗ്. ലിസണർ ലോഡ് ബാലൻസേഴ്സ് ക്യാൻ ലിസൺ ഫോർ റിക്വസ്റ്റസ് ഓൺ മൾട്ടിപ്പിൾ പോർട്ട്. അതായത് ലോഡ് ബാലൻസറിന് കേൾക്കാൻ ക്യാൻ ലിസൺ ഫോർ റിക്വസ്റ്റ് എന്നല്ലേ പറഞ്ഞാൽ. പല പോർട്ടിൽ നിന്നുള്ള റിക്വസ്റ്റുകൾ ലോഡ് ബാലൻസറിന് കേൾക്കാൻ പറ്റും. അപ്പൊ ഈച്ച് വൺ ഓഫ് ദോസ് പോർട്സ് ആർ സ്പെസിഫൈഡ് ബൈ ദി ലിസണർ. Then a pool holds a list of members that survey content through the load balancer. ഒരു പൂളിൽ ലോഡ് ബാലൻസറിലൂടെയുള്ള കണ്ടന്റ് നൽകുന്ന അംഗങ്ങളുടെ ലിസ്റ്റും കാണും പൂളിൽ. അപ്പം ലോഡ് ബാലൻസറിൽ നിന്ന് ലിസണറിൽ നിന്ന് കേട്ടിട്ട് പൂളിൽ വന്നിട്ട് പൂളിൽ നിന്ന് എന്നോട്ട് ചെയ്യും ഏത് ഇൻസ്റ്റൻസിലോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് ജമ്പ് ചെയ്യും അല്ലെ. ഹെൽത്ത് മോണിറ്റർ എന്നിട്ട് ഹെൽത്ത് മോണിറ്ററിലോട്ടും പോകാം. അതായത് ഹെൽത്ത് മോണിറ്റർ കീപ് ട്രാക്കിംഗ് ദി സ്റ്റാറ്റസ് ഓഫ് ദി പൂൾ മെമ്പേഴ്സ്. ഇഫ് എ മെമ്പർ ഇസ് നോട്ട് ഹെൽത്തി സ്റ്റേറ്റ്, ഹെൽത്ത് മോണിറ്റർ റീഡയറക്ട് ട്രാഫിക് ടു അനദർ ഹെൽത്തി ഇൻസ്റ്റൻസ്. ഹെൽത്തി മോണിറ്റേഴ്സ് ആർ ഓൾസോ അസോസിയേറ്റ് വിത്ത് പൂൾസ്. പിന്നെ members are the servers that serve traffic behind a load balancer. ലോഡ് ബാലൻസറിന്റെ ബിഹൈൻഡ് നിൽക്കുന്ന ഒരു സെർവർ ആണ് മെമ്പർ എന്ന് പറയുന്നത്. ഈച്ച് മെമ്പർ is specified by IP address and port that uses to serve traffic. ഓരോ സെർവർ എടുത്താലും അതിനൊരു IP അഡ്രസ് കാണും. IP അഡ്രസ് യൂസ് ചെയ്താലേ നമ്മളെല്ലാം കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇതിനകത്ത് ലോഡ് ബാലൻസിങ് ആസ് എ സർവീസും ഓപ്പൺ സ്റ്റാക്ക് ലോഡ് ബാലൻസിങ് ആസ് എ സർവീസും ഉണ്ട്. പിന്നെ കുറെ അൽഗോരിതംസ് ആണ്, ഡൈനാമിക് സ്റ്റാറ്റിക്കും കേട്ടോ. റൗണ്ട് റോബിന്, വെയിറ്റ് റൗണ്ട് റോബിന്, IP ഹാഷ്, മിൻ മാക്സിമം മിന്ന്, ടോട്ടലിന്റെ ലോഡ് ബാലൻസ് എന്ന് പറഞ്ഞ കുറെ അൽഗോരിതംസ് ഉണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ലോഡ് ബാലൻസിന് ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഈ ഒരു നോട്ടിൽ നിങ്ങൾ എന്താണ് ലോഡ് ബാലൻസർ എന്ന് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അതിനെക്കുറിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി അതിന്റെ ടൈപ്സും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടെന്നുള്ളതും അതിന്റെ ടൈപ്സ് നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു 2 പാരഗ്രാഫ് ബൈഹാർട്ടാക്കി വെച്ചാൽ നമുക്ക് ലോഡ് ബാലൻസിങ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, നമ്മുടെ യൂണിറ്റ് 6 തീർന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.